അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ടെക് PSCയുടെ ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമായ അഗ്രി മാസ്റ്റർ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ 20% ഡിസ്കൗണ്ടോടെ വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. അപ്പൊ ഹായ് ഓൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രൂട്ട് പ്രൊഡക്ഷന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നമ്മൾ POP ഉണ്ടായിരുന്ന ബനാന, അതുപോലെ തന്നെ ഗോവ, സിട്രസ്, അങ്ങനെ കുറച്ച് ക്രോപ്സ്, അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബാക്കി സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കിടക്കും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ക്ലാസ് എൻഡ് ചെയ്തപ്പോൾ ഒരു കുട്ടി ബനാനയുടെ ജീനോമിക് സ്കോറിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇന്ന് ആദ്യം അത് നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ സിലബസിൽ ശരിക്കും ജീനോമിക് ക്ലാസിഫിക്കേഷൻ സ്കോറിംഗ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാ ക്രോപ്സിന്റെയും ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏറ്റവും പുതിയ സിലബസിൽ ക്രോപ്സ് ആഡ് ചെയ്തിരിക്കുമ്പോൾ കുറച്ച് ഇൻ ഡെപ്ത് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മളൊരു ജീനോമിക് സ്കോറിംഗ് അല്ലെങ്കിൽ അതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ മെയിൻ നമ്മുടെ ഈ എല്ലാ ക്രോപ്സിന്റെയും POP നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് ആദ്യം POP പഠിച്ചതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ നല്ല POP പഠിക്കുക. പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് POP എന്നുള്ളത് പ്രയോറിറ്റൈസ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം സിട്രസിന്റെ കാര്യം പറഞ്ഞപ്പം ടാക്സോണമി ഓഫ് സിട്രസ് എന്ന് പറയുന്നത് അത്യാവശ്യം കുറെ അധികം സയന്റിഫിക് നെയിംസ് ഒക്കെ ഓർത്തു വെക്കാനാണ്. ഇപ്പൊ ഇവിടെയൊക്കെ ആണെങ്കിലും അങ്ങനെ കുറെ കാര്യങ്ങൾ ഓർത്തു വെക്കാനാണ്. ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പഠിക്കണം, വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ നമ്മുടെ സിലബസിനെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. നമ്മുടെ POPയിലുള്ള കാര്യങ്ങൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ഇത് ജീനോമിക് സ്കോറിംഗ് ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ബനാന പറഞ്ഞു, ബനാനയുടെ സയന്റിഫിക് നെയിം മീസ സ്പീഷീസ് എന്ന് പറഞ്ഞു, ഫാമിലി മീസേസി എന്ന് പറഞ്ഞു. അതിനകത്ത് 2 ജീനസ് ആണ് പ്രധാനമായിട്ടും. ജീനസ് എൻ സെറ്റ് ചെയ്തും ജീനസ് മ്യൂസൈൻ. അപ്പൊ ഈ മ്യൂസയ്ക്കകത്ത് വരുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ. ഇപ്പൊ മ്യൂസയെ പ്രധാനമായിട്ടും 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് മ്യൂസ, റോഡോക്ലാമിസ്, ഓസ്ട്രേലിയമ്യൂസ, കാലിമ്യൂസ, ഇൻസെർട്ടിസിലിസ്. ഓക്കെ, ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പേരുകളൊക്കെ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ പഠിക്കാനും ഓർത്ത് വെക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് റിപ്പീറ്റ് ആയിട്ട് കുറെ വട്ടം വായിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലേക്ക് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ 5 ക്ലാസിഫിക്കേഷനകത്ത് മ്യൂസയാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. അതാണ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഫൈബർ. അതായത് നമുക്ക് നമ്മുടെ എഡിബിൾ ആയിട്ടുള്ള സ്പീഷീസ് വരുന്നത്. അതായത് മ്യൂസ അക്യുമിനേറ്റ എന്നും മ്യൂസ ബാൾബീസിയാനോ എന്ന് പറയുന്ന 2 എണ്ണമാണ് നമുക്ക് ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് ഇമ്പോർട്ടൻസ് എഡിബിൾ ആയിട്ടുള്ള സ്പീഷീസ്. അപ്പൊ ഇതിനകത്ത് ഇപ്പം ജസ്റ്റ് ഓർത്തൊക്കെ ഈ ഓർണമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാലിമ്യൂസ, റോഡോക്ലാമിസ്, ഇതൊക്കെ പക്ഷെ എവിടെയെങ്കിലും ഒരു ക്വസ്റ്റിന് ചോദിക്കുകയാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഓർണമെന്റൽ വാല്യൂ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് റോഡോക്ലാമിസ്, അതുപോലെ തന്നെ കാലിമ്യൂസ, ഇതൊക്കെ എന്താണ് ഓർണമെന്റൽ ബനാന അല്ലെങ്കിൽ ഓർണമെന്റൽ സ്പീഷീസ് ആണ്. മീസ അക്യുമിനേറ്റഡ്, മീസ ബാൾബീസിയൻ, ഇത് 2 ഇമ്പോർട്ടന്റ് ആണ്. ഇത് വരുന്നത് മ്യൂസയിലാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഈ ജീനോമിക് ക്ലാസിഫിക്കേഷൻ, ഈ ഒരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഇനി വരുന്ന കാര്യങ്ങൾ പറയാനുള്ളതാണ്. ജീനോമിക് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് സിമൺസ് ആൻഡ് ഷെപ്പേർഡ്. ആ സയന്റിസ്റ്റിന്റെ പേരുകൾ ഇത് പേരൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. അപ്പം ഇറ്റ് വാസ് ഡെസിഗ്നേറ്റഡ് ആസ് A and B for 2 wild species. അക്യുമിനേറ്റ് ആണ് നമ്മൾ A കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബാൾബീസിയനെയാണ് നമ്മൾ B കൊണ്ട്. അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് ആദ്യ റാങ്ക് സ്വന്തമാക്കാൻ ടെക് PSC ഒരുക്കുന്നു അഗ്രി സ്മാർട്ട് ബൂസ്റ്റർ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 799 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു പാക്കേജ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.
ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന്റെ എഡിബിൾ വെറൈറ്റീസ് ഇപ്പം ഡിപ്ലോയിഡ് അക്യുമിനേറ്റ്, അത് അക്യുമിനേറ്റ് ഡിപ്ലോയിഡ് ആണ്. ട്രിപ്ലോയിഡ് അക്യുമിനേറ്റ് വരുമ്പോഴത്തേക്ക് 3 വരുന്നു, ടെട്രാപ്ലോയിഡ് വരുമ്പോഴത്തേക്ക് 4 വരുന്നു. ഇനി ഹൈബ്രിഡ് വരുമ്പോൾ അക്യുമിനേറ്റ് ബാൾബീസ് വരും. ഇതിനകത്ത് ഓരോ ഇതിലും വരുന്നത് നമുക്ക് പഠിക്കാം. ജീനോമിക് ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്, ജീനോമിക് ക്ലാസിഫിക്കേഷൻ ജീനോമിക് സ്കോറിംഗ് ആരാണ് കൊണ്ടുവന്നത് ചോദിച്ചതായിട്ട് സിമൺസ് ആൻഡ് ഷെപ്പേർഡ്. ഓക്കെ, അപ്പൊ ഇത് തന്നെ പറയുന്നത് പ്രധാനമായിട്ടും ഇതിനകത്ത് ഒരു സ്കോറിംഗ് ടെക്നിക്കാണ്. ഈ സ്കോറിംഗ് ടെക്നിക് എന്ന് പറയുന്നത് മെയിൻലി ഒരു 15 മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഫ്ലോറൽ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ഈ പറയുന്ന സ്കോറിംഗ് ടെക്നിക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ 15 ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്കിനി വരുന്ന സ്ലൈഡുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഈ ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും അങ്ങനെ നമ്മൾ ഒരു മീൻസ് അക്യുമിനേറ്റഡ് ഒരു ക്യാരക്ടർ വരികയാണെങ്കിൽ നമ്മൾ സ്കോർ 1 എന്ന് കൊടുക്കുന്നു, സ്കോർ 5 ഫോർ മീസ ബാൾഡീസിയാണ്. അപ്പൊ ജസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കണ്ട. ഇപ്പം ഒരു വെറൈറ്റി വരുന്നത് മീസ അക്യുമിനേറ്റ് ആയിട്ടാണ് ഇത് വരുന്നതെങ്കിൽ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു, മീസ ബാൾഡീസിയൻ ആണെങ്കിൽ അത് 5 എന്ന് കൊടുക്കുന്നു. ഇനി അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു എക്സ്പ്രഷൻ ആണ് അല്ലെങ്കിൽ ഇടയ്ക്കുള്ള ഒരു ക്യാരക്ടർ ആണെന്നുള്ളതെങ്കിൽ 2, 3, 4 എന്നുള്ള രീതിയിൽ ഏതുമായിട്ടാണോ റിലേറ്റഡ് ആയിട്ടുള്ളത് ആ സ്കോർ കൊടുക്കുന്നു. അതാണ് ഈ സ്കോറിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഈ ക്യാരക്ടേഴ്സ്, അതായത് ഏതൊക്കെ ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ഈ പറയുന്ന ഓരോ മീസ അക്യുമിനേറ്റഡ് ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്, മൂസ ബാൽബീസിയനയുടെ ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു 15 ക്യാരക്ടേഴ്സിന്റെ ബേസിലാണ് ഈ സ്കോറിംഗ് വന്നിരിക്കുന്നത്. ആലോചിക്കട്ടെ, സ്കോറിംഗ് ആര് കൊണ്ടുവന്നെന്നറിയാം, എത്ര ക്യാരക്ടേഴ്സിന്റെ ബേസിലാണെന്ന് അറിയാം. ഈ 15 ക്യാരക്ടേഴ്സും നമുക്കിപ്പം ഒരു റിട്ടേൺ എക്സാം ഒക്കെ ആണെങ്കിൽ നമുക്കിത് വരും എന്ന് നമുക്ക് പറയാം. ഇപ്പം ഇതെങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനിലേക്ക് വരുന്നത് എന്നുള്ളത് ആക്ച്വലി നമുക്കിത് ഈ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് പറ്റുമെങ്കിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മളെല്ലാം പഠിച്ച് ഓർത്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമാണത്. അപ്പം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ പ്രയോറിറ്റൈസ് ഒക്കെ. അപ്പം ഇത് അതുപോലെ തന്നെ പഠിക്കാതെ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇത് ഓരോ സ്യൂഡോസ്റ്റം ഉണ്ട്, പീറ്റിയോളർ കനാൽ ഉണ്ട്, ഇഡഗിലുണ്ട്, പെഡിസിൽ, ഓവ്യൂൾസ്, ബ്രാക്റ്റിന്റെ ഷോൾഡർ, അതിന്റെ ബ്രാക്റ്റ് കേൾ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ ബേസിൽ ഇതൊക്കെ എങ്ങനെയാണ് ഇപ്പം റിഫ്ലക്സ് അല്ലെങ്കിൽ റോൾ ബാക്ക് ചെയ്തിരിക്കുന്ന കേളിംഗ് ആണ് ബ്രാക്റ്റിനുള്ളത്, മീൻസ് അക്യുമിനേറ്റഡ് ക്യാരക്ടേഴ്സ്. അപ്പൊ ഓരോന്നിന്റെയും ക്യാരക്ടേഴ്സ് ഈ 15 ക്യാരക്ടേഴ്സും നമുക്ക് പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, ബ്രാക്റ്റ് ഷേപ്പ്, അപ്പെക്സ്, ബ്രാക്റ്റിന്റെ ബ്രാക്റ്റ് കളർ ഫെയ്ഡ് ചെയ്യുന്നതും, അതുപോലെ ഫ്രീ ടേപ്പിൾ, മെയിൽ ഫ്ലവറിന്റെ കളർ, സ്റ്റിഗ്മയുടെ കളർ ഒക്കെ അനുസരിച്ചാണ് ഈ മീസ അക്യുമിനേറ്റഡ് മൂസ ബാൽബീസിയയുടെ ക്യാരക്ടേഴ്സ് വരുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ബേസിലുള്ള അപ്പൊ നമ്മൾ സ്കോർ പറഞ്ഞു, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 15, അതായത് മീസ അക്യുമിനേറ്റ് ആയിട്ടാണെങ്കിൽ 1 എന്നുള്ള സ്കോർ കൊടുക്കുന്നു, ബാൽബീസിയൻ ആണെങ്കിൽ 5, അങ്ങനെ സ്കോറിന്റെ വേരിയേഷൻ പറഞ്ഞു. ഇന്റർമീഡിയറ്റ് ക്യാരക്ടർ ആണെങ്കിൽ 2, 3, 4. ഇത് ഓൾറെഡി ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സ്കോറിംഗ് ആണ്. അപ്പൊ ഈ പറയുന്ന സ്കോർ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. ജസ്റ്റ് വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഏറ്റവും എന്താ പറയാ കുറച്ച് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് വരുന്നത് ഏത് ജീനോമിക് ഗ്രൂപ്പിലാണെന്നുള്ളത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ നേന്ത്രൻ ബനാന നമുക്കിപ്പോ നമ്മുടെ ബനാനയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് കുറച്ച് വെറൈറ്റീസ് നേന്ത്രൻ വരുന്നു, അല്ലെങ്കിലും ഇതിനകത്ത് പാളയംകോടനുണ്ട്, നേന്ത്രനുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ വെറൈറ്റീസ് ഏത് ഗ്രൂപ്പിൽ വരുന്നു. ഇപ്പൊ നേന്ത്രൻ വരുമ്പോഴത്തേക്ക് നോക്കിയത് ഏതാണ്, A, B ആണ് വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഇപ്പൊ നമ്മുടെ കൂമ്പില്ല, കണ്ണൻ, ഞാലിപ്പൂവിനൊക്കെ A, B വരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അങ്ങനെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതെങ്കിലും കുറഞ്ഞത് അത്രയെങ്കിലും നമ്മൾ ഓർത്തിരിക്കുക. പിന്നെ ഒരെണ്ണം വരുന്നത് നമ്മുടെ ചിങ്ങൻ, പിന്നെ കദളി, ഇതൊക്കെ വരുന്നത് ഡിപ്ലോയിഡിനകത്താണ്. പിന്നെ ടെട്രാപ്ലോയിഡിനകത്ത് വരുന്നത് നമ്മൾ ബോട്ട്ലെസ് ആൾട്ടാഫോട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, അതെന്താണ് ഹൈ ഓൾട്ടിറ്റ്യൂഡിന് സ്യൂട്ടബിൾ ആയിട്ട് വെറൈറ്റി ആണെന്ന് പറഞ്ഞു. അപ്പൊ അത് ഏതിനകത്ത് വരുന്നതാണ്, ടെട്രാപ്ലോയിഡിനകത്ത് വരുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കാറ്റഗറിയിൽ വരുന്ന ഈ ജീനോമിക് ഗ്രൂപ്പിൽ വരുന്നതാണ്. അപ്പൊ ഈ സ്കോർ അനുസരിച്ച് പലതരത്തിലുള്ള ജീനോമിക് ഗ്രൂപ്പ്സ് ആയിട്ട് ചെയ്തിരിക്കുന്നതിനാണ് ഈ പറയുന്ന ജീനോമിക് സ്കോറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനത് ജസ്റ്റ് നമ്മുടെ സിലബസിലുള്ളതുകൊണ്ട് നമ്മളത് പറഞ്ഞു. ഇനി ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാം, ഇത്രയും കാര്യങ്ങളോട് നമുക്ക് ഓർത്ത് വെച്ച് പഠിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ നോട്ട് ഡൗൺ ചെയ്തപ്പം ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എനിക്ക് റീസെന്റ് ആയിട്ട് ഇടുന്ന അഗ്രി എക്സാമുകൾക്കൊന്നും ഞാൻ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. പക്ഷെ ഇത് നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതായത് നമ്മുടെ കോമൺ ആയിട്ടുള്ള നേന്ത്രൻ അത് ഏത് ജീനോമിക് ഗ്രൂപ്പിൽ വരുന്നത് വെച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ അടുത്തിടയ്ക്കല്ല ഞാൻ എവിടെ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കിസാങ് ലിലി എന്ന് പറയുന്നത് ഒരു മെയിൽ ഫെർട്ടൈൽ ഇതാണ്. അപ്പൊ അത് ഏത് ഇതിനകത്ത് വരുന്നു, ഡിപ്ലോയിഡിനകത്ത് വരും. അല്ലെങ്കിൽ ബോർഡ്ലെസ് ആൾട്ടാഫോർട്ട് വരുന്നത് ഏത് ജീനോമിക് ഗ്രൂപ്പിലാണ്, ഓപ്ഷനകത്തപ്പം A എന്ന് കാണും, അല്ലെങ്കിൽ A എന്ന് കാണും, AB, അങ്ങനെ ഓപ്ഷൻസ് കൊടുക്കും. അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പാകത്തിൽ ജസ്റ്റ് ഒന്ന് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ കുറച്ചിങ്ങനെ എഴുതി വെക്കുക. അത്യാവശ്യം ഈ ഒരു ടേബിൾ മൊത്തത്തിൽ എടുത്ത് കാണാൻ പഠിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇമ്പോർട്ടന്റ് വെറൈറ്റീസ് ചെയ്ത് അതിന്റെ ജീനോമിക് ഗ്രൂപ്പ് എഴുതാം. അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ,
അപ്പോ അതാണ് നമ്മുടെ ജീനോമിക് സ്കോർ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറയാനായിട്ട് വിട്ടുപോയാൽ നമ്മുടെ ബനാന വരുമ്പോഴത്തേക്കും നമുക്ക് GI ടാഗ്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് കിട്ടിയ കുറെ അധികം ക്രോപ്സ് ഉണ്ട്. ഈ റീസെന്റ് നമുക്ക് ഓണാട്ടുകര എള്ളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബനാനക്കകത്തിന് അങ്ങനെ ഓരോരോ ക്രോപ്സ് ഉണ്ട്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളൊന്നും മാംഗോയ്ക്കകത്ത് ഇപ്പം കുറ്റിയാട്ടൂർ മാങ്ങ എന്ന് പറയും. അപ്പൊ അങ്ങനെ ചില പ്രദേശങ്ങളുടെ ജിയോഗ്രഫിക്കൽ GI ടാഗ് കിട്ടിയ ക്രോപ്സ് ഉണ്ട്. അപ്പൊ റീസെന്റ് ഇപ്പൊ അടുത്തിടയ്ക്ക് കിട്ടിയ കുറച്ച് ക്രോപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഓരോ ദിവസം വരുന്ന ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാനത് അറിയാവുന്നതൊക്കെ സൂചിപ്പിക്കാം. ബനാനയിൽ നമുക്ക് ഇങ്ങനെ ചങ്ങാലിക്കോടൻ വരുന്നുണ്ട്, തൃശ്ശൂർ ഏരിയയിലുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ വിട്ടുപോയതാണ്. അപ്പൊ അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പൊ നമുക്ക് ഇന്നത്തെ എന്ന് പറയുന്നത് നമുക്ക് മാംഗോ തൊട്ട് പൈനാപ്പിൾ വരെയുള്ള ക്രോപ്സ് ആയിരുന്നു നിങ്ങളോട് വായിക്കാൻ പറഞ്ഞത്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ അതേ ഒരു പാറ്റേണിൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഫ്രൂട്ട് ഈസ് നോൺ ആസ് കിങ് ഓഫ് ഫ്രൂട്ട്? ഏതാണ് കിങ് ഓഫ് ഫ്രൂട്ട്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞതാണ്. ഏതാണ്? മാംഗോ. മാംഗോ എന്ന് പറയുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ മാംഗോ ആണ്. ഇതിനകത്ത് മാംഗോസ്റ്റീൻ എന്താ? മാംഗോസ്റ്റീൻ എന്തെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്? ഓക്കെ. അടുത്തത് ആപ്പിൾ ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രോപ്പിനെയാണ്? ബനാന. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആപ്പിൾ ഓഫ് പാരഡൈസ്. ഇനി ഗോവയാണ്, പേരക്കേനെ എന്താ അറിയപ്പെടുന്നത്? പുവർമാൻസ് ആപ്പിൾ. ഗവർമെന്റ് ആപ്പിൾ അല്ലെങ്കിൽ ആപ്പിൾ ഓഫ് ട്രോപ്പിക്സ് എന്ന് പറയും. ഓക്കെ, ഇങ്ങനെയുള്ള പേരുകൾ വരുന്നത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് സയന്റിഫിക് നെയിം ആൻഡ് ഫാമിലി ഓഫ് മാംഗോ. മാംഗോയുടെ സയന്റിഫിക് നെയിമും ഫാമിലിയും വരുന്ന കറക്റ്റ് പേര് സെലക്ട് ചെയ്യാം. ഒന്ന് നോക്കിയേ, ഏതാണ്? 4 ഓപ്ഷൻ മാഞ്ചിഫെറ ഇൻഡിക്ക അനാകാർഡിയേസി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ കറക്റ്റ് ആണോ നോക്കാം. യെസ്, അപ്പം മാംഗോയുടെ സയന്റിഫിക് നെയിം മാഞ്ചിഫെറ ഇൻഡിക്ക ആണ്. അതിന്റെ ഫാമിലി വരുന്നത് അനാകാർഡിയേസി ഫാമിലിയാണ്. അനാകാർഡിയേസിൽ വരുന്ന വേറൊരു ഗ്രൂപ്പ് പറയാൻ പറ്റുമോ? പെട്ടെന്ന് ഇപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഓർത്തപ്പം ചോദിക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ അവിടേക്ക് ഓർത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ക്ലാസ്സിൽ ഇടയ്ക്ക് ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്പ് തന്നെ ഉണ്ട്. ഏതാണ്? ജസ്റ്റ് ആർക്കെങ്കിലും അറിയോ? ഒരു പ്ലാന്റേഷൻ ക്രോപ്പ് ഉണ്ട് അനാകാർഡിയേസിൽ വരുന്ന. ഫോട്ടോ കണ്ടുപിടിച്ചു അടുത്ത ക്ലാസ്സിൽ. ഏതോ നമ്മുടെ കാഷ്യൂന്റെ ഫാമിലി, ഏതോ കേൾക്കാൻ വയ്യ. കാഷ്യൂ ആണോ ഉദ്ദേശിച്ചത്? സൗണ്ട് കൊണ്ട് എനിക്ക് ക്ലിയർ ആയില്ല. കുട്ടി എന്താ ഉദ്ദേശിച്ചത്? കാഷ്യൂ തന്നെയാണോ? ഓക്കെ. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ ദ വെറൈറ്റീസ് ഓഫ് മാംഗോ? താഴെ കൊടുത്തിരിക്കുന്നത് ഏതൊക്കെയാണ്? അൽഫോൺസോ, കാലപ്പാടി, സുവർണരേഖ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. ഇതിനകത്ത് ഏതൊക്കെയാണ് മാംഗോയുടെ വെറൈറ്റീസ്? ഓൾ ഓഫ് ദ എബോവ് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, റൈറ്റ്. അതായത് എല്ലാം തന്നെ അൽഫോൺസോ ഒക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള വെറൈറ്റീസ് ആണ്. ദെൻ കാലപ്പാടി, സുവർണരേഖ, ഇതെല്ലാം തന്നെ മാംഗോയുടെ വെറൈറ്റീസ് ആണ്. ഇത് കൂടാണ്ട് നമ്മുടെ ഞാനിപ്പോ POP എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, ആരുടെയും മൈക്ക് ഒന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് വെച്ചേക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു ബനാനയിലൊക്കെ ചെറിയ ചെറിയ അഡീഷൻസ് നമ്മുടെ പുതിയ POP-യിലുണ്ട്. മാംഗോ അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ക്രോപ്സിനകത്ത് അങ്ങനെ വലിയ അഡീഷൻസ് ഒന്നുമില്ല. ഏകദേശം നമ്മുടെ പഴയ POP ആയിട്ട് തന്നെ എല്ലാം തന്നെയും അതൊക്കെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വെറൈറ്റീസിന്റെ കാര്യത്തിൽ വേറെ ഒന്നും പ്രത്യേകിച്ച് അഡീഷൻസ് ഒന്നും ഇല്ല. അപ്പം കുറച്ച് വെറൈറ്റീസ് നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഏറ്റവും കോമൺ നമുക്കറിയാം, മാങ്ങ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നീലം, അതുപോലെ തന്നെ മൾഗോവ, ബെനറ്റ് അൽഫോൺസോ, ബാംഗ്ലോറ, ഇങ്ങനെ മൂവാണ്ടൻ മാങ്ങ, ഇങ്ങനെ കുറെ വെറൈറ്റീസ് നമ്മുടെ മനസ്സിൽ വരും. ഞാൻ ഇതൊക്കെ തന്നെ മാങ്ങോയുടെ വെറൈറ്റീസ്, സുവർണരേഖ, പാലക്കാടി, അൽഫോൺസോ ഒക്കെ. അപ്പൊ ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ഓഫ് മാംഗോ? ഈ കൊടുത്തിരിക്കുന്നതിൽ പോളി എംബ്രിയോണിക് ആയിട്ടുള്ള മാങ്ങയുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? എന്താണ് പോളി എംബ്രിയോണിക്? ഓൾറെഡി നമ്മൾ നമ്മുടെ മുന്നത്തെ സിലബസ് അനുസരിച്ചുള്ള ഹോർട്ടിക്കൾച്ചറിന്റെ പ്രൊപ്പഗേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ്? പറഞ്ഞോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ഓഫ് മാംഗോ? അത് എവിടെ ഇല്ല, POP-യിൽ ഇല്ല. പക്ഷെ അതൊരു പല നമ്മുടെ അഗ്രി എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ആർക്കെങ്കിലും അറിയോ? ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഹലോ, ആരും ഇല്ലേ? അറിയില്ല. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണെന്നുള്ളത്. നമുക്ക് ആൻസർ അങ്ങ് നോക്കാം. ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോവ്. ഇതെല്ലാം തന്നെ പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ആണ് മാംഗോയുടെ. വെള്ളയക്കൊളുമ്പൻ,
മൂവാണ്ടൻ, ഗോവ, ഇത് കൂടാണ്ട് ബപ്പക്കൈ, അങ്ങനെ കുറെ അധികം വെറൈറ്റീസ് ഉണ്ട്. വെള്ളയക്കുളുമ്പൻ, മൂവാണ്ടൻ, ഗോവ എല്ലാം തന്നെ പോളി എംബ്രിയോണിക് വെറൈറ്റീസ്. ഇനി എന്താണ് പോളി എംബ്രിയോണിക് എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോണോ എംബ്രിയോണിയും പോളി എംബ്രിയോണിയും ഇതൊരിക്കൽ കൂടി ജസ്റ്റ് പറയാണ്. പ്രസൻസ് ഓഫ് പോളി എന്ന് വെച്ചാൽ എന്താ, മോർ ദാൻ 2 അല്ലെങ്കിൽ മോർ ദാൻ 1 എന്നത് പ്രസൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ എ സീഡ്. അതായത് ഒരു സീഡിനകത്ത് മോർ ദാൻ 1 എംബ്രിയോ വരുന്നതിന് പോളി എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പം അതെന്ന് പറയുന്നത് 2 എംബ്രിയോ ആകുമ്പോഴത്തേക്കും ഒന്ന് നമ്മുടെ സെക്ഷൽ എംബ്രിയോ ആയിരിക്കും, മറ്റേത് മിസെല്ലാർ എംബ്രിയോ ആയിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള സീഡ്ലിങ്സ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഇപ്പൊ നോക്കിയാൽ ചില മാങ്ങയുടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ചില മാങ്ങയുടെ മുളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് 2 തൈ വരുന്നതാണ്. അപ്പൊ അതെന്ന് പറയുന്നത് അതിനകത്ത് 2 തൈയിൽ ഒന്ന് നമ്മുടെ സെക്ഷൽ എംബ്രിയോ ആയിരിക്കും, മറ്റേതെന്ന് പറയുന്നത് മിസെല്ലാർ എംബ്രിയോ ആയിരിക്കും. ഇത് ഓൾറെഡി ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പ്രൊപ്പഗേഷന്റെ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറച്ച് പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ആണ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത്. ബപ്പക്കൈ, ചന്ദ്രകാരൻ, ഗോവ, കുറുക്കൻ, ഓളൂർ, സേലം, വെള്ളയക്കുളുമ്പ് ആൻഡ് മൂവാണ്ടൻ. ഈ വെറൈറ്റീസ് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഏത് ഓപ്ഷൻ വന്നു കഴിഞ്ഞാലും എല്ലാം പോളി എംബ്രിയോണിക് വെറൈറ്റീസ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം വെള്ളയക്കുളുമ്പെന്നൊക്കെ ഉള്ളത് ചോദിച്ചിട്ടുണ്ട്. പോളി എംബ്രിയോണിക് ആയിട്ടുള്ള ഒരു നമുക്ക് ഉപയോഗിക്കുന്ന ഒരു റൂട്ട് സ്റ്റോക്ക്, ഒരു ഡോർഫിംഗ് റൂട്ട് സ്റ്റോക്ക് ആണ് ഇത്. നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുണ്ട്. അഗ്രി അസിസ്റ്റന്റ് അല്ല, മറ്റ് അഗ്രിയോട് റിലേറ്റഡ് എക്സാമുകൾക്ക് വന്നിട്ടുണ്ട്. പോളി എംബ്രിയോണി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ POP-യിൽ ഇല്ല, പക്ഷെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ സിലബസിൽ മാംഗോ എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, വെറൈറ്റീസ്, പ്രൊപ്പഗേഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വരും അത്. ഓക്കെ, അടുത്തതും ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. ഇതും എവിടെ ഇല്ല, POP-യിൽ ഇല്ലാത്തൊരു കാര്യമാണ്. ജസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റിയെന്ന് വരില്ല. ഇതിനകത്ത് രത്ന എന്ന് പറയുന്നൊരു വെറൈറ്റി, നമ്മുടെ വെറൈറ്റിയിൽ ധരിച്ച ഹൈബ്രിഡ്, അത് POP-യിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതെല്ലാം തന്നെ ഹൈബ്രിഡ്സ് ആണ്. ഈ 4 ഓപ്ഷനിലും കൊടുത്തിരിക്കുന്നത് മാങ്ങയുടെ പല ഹൈബ്രിഡ്സ് ആണ്. അതിന്റെ ക്രോസുകൾ, പേരൻസിന്റെ ക്രോസ് ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇൻകറക്റ്റ് പെയർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ജസ്റ്റ് വൈൽഡ് ആയിട്ടൊന്ന് ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കാം. നമുക്കൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ജസ്റ്റ് നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കിയും. ആരെങ്കിലും ഒക്കെ ഓരോ ആൾക്കാർ പറ, 4 ഓപ്ഷൻ ഇല്ലേ, ഏതെങ്കിലും ഒക്കെ ആയിട്ട് പറഞ്ഞേ. ഹലോ, ആരുമില്ലേ? ആർക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കുത്താൻ പോലും തോന്നുന്നില്ലേ? സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, രത്ന. ദാറ്റ് ഇസ് അൽഫോൺസോ ഇൻഡു നീലം എന്നായിരുന്നു നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിരുന്നത്. പക്ഷേ രത്ന എന്ന് പറയുന്നത് നീലം ഇൻഡു അൽഫോൺസ് ആണ് ക്രോസ്. അപ്പൊ ഇതിനകത്ത് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ എന്തായിരുന്നു, ഹൈബ്രിഡ്സ് ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഏറ്റവും ആദ്യത്തെ 3 ആദ്യം കാണുന്ന 3 എന്ന് പറയുന്നത് IRI, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അത് അത്രയും ഇതായിട്ട് പഠിക്കണം എന്നില്ല. പൂസ വന്നപ്പോൾ തന്നെ IRI നമുക്ക് പറയാം. മല്ലികയും അതുപോലെ നമ്രപാലിയും IRI ഡെവലപ്പ് ചെയ്തതാണ്. രത്ന IRI എന്നല്ല, അത് വേറൊരു ഫ്രൂട്ട് റിസർച്ച് സ്റ്റേഷൻ, ബംഗുർല എന്ന് പറയുന്നത് വേറൊരു റിസർച്ച് സ്റ്റേഷനിൽ നിന്ന് റിലീസ് ചെയ്തതാണ്. ഈ രത്ന നമ്മുടെ POP-യിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് പേരൻസ് കൊടുത്തിട്ടില്ല. നമ്മുടെ POP-യിൽ വേറെ കുറച്ച് ഹൈബ്രിഡ് നമ്പർ 45ഉം 87 അങ്ങനെ കുറച്ച് ഹൈബ്രിഡ്സും അതിന്റെ പേരന്റേജും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. മല്ലികയും അമൃപാലിയും ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പൂസ, അരുണിമ, അതിന്റെയൊക്കെ ക്രോസ് കറക്റ്റ് ആണ്. രത്ന എന്ന് പറയുന്ന അൽഫോൺസോ ഇൻഡു നീലമല്ല, നീലം ഇൻഡു അൽഫോൺസോ എന്നാണ്. ഇത് നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് നമ്മൾ RNA എന്ന് പറയും. അതായത് RNA, രത്ന, നീലം, അൽഫോൺസോ, അങ്ങനെ ഓർത്ത് വെക്കാം. RNA എന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള പേര്. ബാക്കി 3 പേരും കറക്റ്റ് ആണ്. 3ഉം എവിടുന്ന് റിലീസ് ചെയ്തതാണ്, ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് IRI ന്യൂഡൽഹിയിൽ നിന്ന് റിലീസ് ചെയ്തതാണ്. ഓക്കെ, അടുത്തതായിട്ട് ഈ പാർത്തനോകാർപ്പിക് മാംഗോ വെറൈറ്റി ഏതാണ്, രത്നയാണോ, സിന്ധു ആണോ, മല്ലികയാണോ, ഗോവയാണോ? ഇത് ഞാൻ ഓൾറെഡി നമ്മുടെ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സിൽ പാർത്തനോകാർപ്പി അക്കോമിക്സും ഒക്കെ പഠിപ്പിച്ചപ്പം ഞാൻ പറഞ്ഞതായിരുന്നു. ഏതാണ്? സിന്ധു എന്ന് പറയുന്നുണ്ട്. യെസ്, റൈറ്റ് ആൻസർ സിന്ധു ആണ്. സിന്ധു നമ്മുടെ രത്നയൊക്കെ ഒരിടത്ത് റിലീസ് ചെയ്തതാണ്. FRS എന്ന് പറയുന്നത്, അത് ഓർത്ത് വെക്കണം എന്നില്ല, ഞാനത് പറഞ്ഞത് കൂട്ടത്തിൽ പറഞ്ഞതാണ്. സിന്ധു ഇവിടുന്ന് റിലീസ് ചെയ്തതാണ്. ദാറ്റ് ഇസ് എ പാർത്തനോകാർപ്പിക് മാംഗോ വെറൈറ്റി, ഒരു പാർത്തനോകാർപ്പിക് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഓക്കെ, അത് ഓർത്ത് വെക്കുക. അത് പല എക്സാമുകളിലും പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ പറയാണ്, നമ്മൾ നേരത്തെ കുറച്ച് IRI-യുടെ വെറൈറ്റീസ് പറഞ്ഞു, ഒരു ക്വസ്റ്റ്യൻ അല്ല, ബാക്കി അല്ലാണ്ട് പറയാണ് IHR-ന്റെ വെറൈറ്റീസ്. IHR എന്ന് വെച്ചാൽ എന്തായിരുന്നു, IHR എവിടെയാണ്, ഞാനത് ഓൾറെഡി നമ്മുടെ മറ്റു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. IHR-ന്റെ ഫുൾ ഫോം എന്താ? എനിവൺ, ആരെങ്കിലും പറഞ്ഞേ? IHR നമ്മൾ ഹോർട്ടിക്കൾച്ചർ പഠിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. IHR എവിടെയാണ്? ആരുമില്ലേ? കൊൽക്കത്തയാണോ? അല്ലടാ, IHR ബാംഗ്ലൂരാണ്. IHR ബാംഗ്ലൂരാണ്. ദാറ്റ് ഇസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്. തെറ്റാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് റിയാക്ട് മീൻസ് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. അത് മൈക്ക് ഓൺ ചെയ്തിട്ട് ആൻസർ പറയാം. കാരണം അങ്ങനെ നമ്മൾ പറയുമ്പോഴായിരിക്കും അത് ഇന്നത് എനിക്ക് തെറ്റിപ്പോ, ഇന്നത് നമ്മൾ കറക്റ്റ് ആണെന്നുള്ളത് പഠിക്കത്തുള്ളൂ. ഞാൻ എല്ലാവരും കൂടെ ആയിട്ട് പറയാം കേട്ടോ.
IIHR എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച്, അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂരാണ്. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് റിലീസ് ചെയ്യുന്ന എല്ലാ വെറൈറ്റീസിനും എന്റെ ഓർമ്മയിൽ ഞാൻ ഇതൊക്കെ ആദ്യത്തെ ഹോർട്ടിക്കൾച്ചറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു ഓർമ്മ. വിട്ടുപോയെന്ന് എനിക്കറിയത്തില്ല. IIHR എന്ന് റിലീസ് ചെയ്യുന്ന എല്ലാ വെറൈറ്റീസും അർക്കയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അർക്ക അരുണ, അർക്ക പുനീത്, അർക്ക അൻമോൾ, അർക്ക നീൽകിരൺ, ഇതെല്ലാം തന്നെ IIHR എന്ന് റിലീസ് ചെയ്ത മാംഗോയുടെ ഹൈബ്രിഡ്സ് ആണ്. ഈ ഓൾ ആർ ഫ്രീ ഫ്രം സ്പോഞ്ചി ടിഷ്യൂ. നമ്മൾ ഇനി വരുന്ന സ്ലൈഡിൽ അത് പഠിക്കും. മാങ്ങയിൽ കുറച്ച് ഫിസിയോളജിക്കൽ ഡിസോർഡർ ഉണ്ട്, അതായത് കുറച്ച് രോഗാവസ്ഥ പോലെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ഡിസീസ് ആയിട്ടല്ല, ഫിസിയോളജിക്കൽ ഡിസോർഡർ, കുറച്ച് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയും ചില ക്ലൈമറ്റിക് കണ്ടീഷൻസ് ഒക്കെ ഉള്ള ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പൊ അതിനകത്താണ് സ്പോഞ്ചി ടിഷ്യൂ തന്നെ. ഇതിൽ ചില സമയത്ത് നമ്മൾ മാങ്ങ മുറിച്ച് കഴിയുമ്പോൾ ഒരു നാര് പോലെ ഇങ്ങനെ പിടഞ്ഞു കിടക്കുന്ന ഒരു എയർ പോക്കറ്റ്സ് കൂടി ഒരു സംഭവം നമ്മൾ കാണാറുണ്ട്. അത് സ്പോഞ്ചി ടിഷ്യൂ ആണ്. അപ്പൊ അതിൽ നിന്ന് ഫ്രീ, അതായത് അതില്ലാത്ത വെറൈറ്റീസ് ആണ്, ഹൈബ്രിഡ്സ് ആണ് ഇത് നാലും തന്നെ. അർക്ക അരുണ എന്ന് പറയുന്നത് ബനേഷാൻ ഇൻഡു അൽഫോൺസോ, അർക്ക പുനീത് എന്ന് പറയുന്നത് അൽഫോൺസോ ഇൻഡു ബങ്കനപ്പള്ളി, അർക്ക അൻമോൾ അൽഫോൺസോ ഇൻഡു ജനാർദ്ദൻ ബസന്തുദ്ദീൻ, അർക്ക നീൽകിരൺ, നീൽ നീലം, അൽഫോൺസോ ഇൻഡു നീലം. ഈ നാലും തന്നെ ഹൈബ്രിഡ്സ് ആണ്. ഓൾ ആർ ഫ്രീ ഫ്രം സ്പോഞ്ചി ടിഷ്യൂ. ചിലപ്പോൾ ക്രോസ് ഒക്കെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് വെറൈറ്റീസിന്റെ പേര് പഠിക്കുക, അതിനൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞത്. ദാറ്റ് ഇസ് ഓൾ ആർ ഫ്രീ ഫ്രം സ്പോഞ്ചി ടിഷ്യൂ. ഓക്കെ, അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ടെക്നിക്കൽ പരീക്ഷാ രംഗത്ത് ഒരു സക്സസ്ഫുൾ ട്രാക്ക് റെക്കോർഡുള്ള ടെക് PSC അതിതീവ്ര ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ടെക് PSCയുടെ ഇന്റൻസീവ് ക്രാഷ് കോഴ്സ് പ്രോഗ്രാമായ അഗ്രി മാസ്റ്റർ ക്രാഷ് ബാച്ചിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. കേരളത്തിലെ തന്നെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, എക്സാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോമാറ്റ്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, 20ഓളം മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 100K സ്പെഷ്യൽ ഓഫർ 20% ഡിസ്കൗണ്ടോടെ വെറും 1999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഇത് മാന്യൂറിങ്, ഇത് നമ്മുടെ POP കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇൻ ഡീറ്റെയിൽ പറയുന്നില്ല. അതായത് മാങ്ങയിൽ നമ്മൾ മാവിൽ ഓരോ തവണയും ആദ്യത്തെ ഇയറിൽ, സെക്കൻഡ് ഇയർ, പിന്നെ 3 to 5 ഇയർ, 6 to 7 ഇയർ, 8 to 10 ഇയർ ആൻഡ് മോർ ദാൻ 10 ഇയേഴ്സ്. ഇപ്പൊ ഈ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട ഫാം യാർഡ് മെനുവറും, ഒരു ഇയറിൽ ഒരു പ്ലാന്റിൽ എത്ര കിലോ വെച്ചിട്ട് ഫാം യാർഡ് മെനുവർ കൊടുക്കണം, എത്ര NPK കൊടുക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ ആണ്. അത് നമ്മുടെ POP-യിലുണ്ട്. അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ ബേസിക് മെനുവറിങ്ങും കാര്യങ്ങളും പ്ലാന്റിങ്ങിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. 9 മീറ്റർ ആണ് സ്പേസിങ്. പിന്നെ യൂഷ്വലി ഗ്രാഫ്റ്റ്സ് പ്ലാന്റ് ചെയ്യുന്ന കാര്യം, അങ്ങനെ കുറച്ച് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ POP-യിൽ പറയുന്നു. POP-യിലെ ഓർഡർ തന്നെ, എന്റെ കയ്യിൽ POP ഉണ്ട്, POP-യിലെ ഓർഡർ തന്നെ പറയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ മറ്റേ നമ്മുടെ 16 POP ആയിരിക്കും PDF ഉള്ളത്. അപ്പൊ അത് കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും വായിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇനി അടുത്തൊരു ഏരിയ വരുന്നത് പ്രൊപ്പഗേഷൻ ആണ്. അപ്പൊ നമ്മുടെ ബേസിക് കാര്യങ്ങൾ വെറൈറ്റീസും സ്പേസിങ്ങും പ്ലാന്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പ്രൊപ്പഗേഷൻ ഞാൻ ഓൾറെഡി ഇത് നമ്മൾ മുന്നത്തെ ഗ്രാഫ്റ്റിംഗ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. മോസ്റ്റ് സക്സസ്ഫുൾ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഇൻ മാംഗോ ഏതാണ്? മാംഗോയുടേത് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് ആണോ, മൗണ്ട് ലെയറിംഗ് ആണോ, സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണോ, ബോത്ത് A and C ആണോ? ബോത്ത് A and C. യെസ്, ബോത്ത് A and C. അതായത് സ്റ്റോൺ ഗ്രാഫ്റ്റിംഗിന്റെ മറ്റൊരു പേരാണ് എപ്പിക്കോട്ടൽ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്ന ഗ്രാഫ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഗ്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട്, കുറച്ചും കൂടെ സക്സസ് റേറ്റ് കൂടുതലുണ്ട്. സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ആണ് നമ്മുടെ സിലബസിലും നമ്മുടെ POP-യിലും സ്റ്റോൺ ഗ്രാഫ്റ്റിംഗ് ഈ സക്സസ്ഫുൾ ഇൻ മാംഗോ എന്ന് പറയുന്നുണ്ട്. ജൂലൈ ഓഗസ്റ്റ് മാസമാണ് അത് ഏറ്റവും കൂടുതൽ സക്സസ് വരുന്നതും. അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ഓഗസ്റ്റ് ഇസ് ഐഡിയൽ ഫോർ ഓപ്പറേഷൻ നമ്മുടെ POP-യിൽ പറയുന്നുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് ടാക്ക സ്റ്റേജ് ഇസ് ദ മെച്യൂരിറ്റി ഇൻഡീസസ് ഓഫ്, അതായത് ക്രോപ്സിന്റെ ഹാർവസ്റ്റിന്റെ മെച്യൂരിറ്റി ഇൻഡീസസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ സിലബസിൽ അത് പറയുന്നുണ്ട്. അപ്പൊ ഇത് ടാക്ക സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് ക്രോപ്പിന്റെ ആണ്? മാംഗോ ആണോ, പൈനാപ്പിൾ ആണോ, പപ്പായ ആണോ, സപ്പോട്ട ആണോ? ഗസ് ചെയ്തോ. ആൻസർ അറിയത്തില്ല, ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കിയേ. ആർക്കും ഗസ് ചെയ്യണ്ടേ? പപ്പായയാണോ? പപ്പായ എന്നൊരാള് പറയുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു. നമ്മള് ക്ലാസ്സിൽ ഇങ്ങനെ ഒരാൾ മാംഗോ എന്ന് പറയുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടോ?
നമ്മളിങ്ങനെ പറഞ്ഞ് ചിലപ്പോൾ അത് നമുക്ക് തെറ്റും, ചിലപ്പോൾ ശരിയാവും. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ചിലപ്പോൾ എക്സാം ഹാളിൽ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് അതൊക്കെ ഓർമ്മ വരും. ടാപ്ക സ്റ്റേജസ്, മെച്യൂരിറ്റി ഇൻഡീസസ്. രണ്ട് ഓപ്ഷൻ ആയിരുന്നു പറഞ്ഞത്. രണ്ടുപേര് പറഞ്ഞു. ഒരാൾ മാംഗോ പറഞ്ഞു, ഒരാൾ പപ്പായ പറഞ്ഞു. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ ഇസ് മാംഗോ. മാംഗോയുടെ മെച്യൂരിറ്റി ഇൻഡീസസിൽ വരുന്ന കാര്യമാണ് ടാപ്ക സ്റ്റേജസ്. അപ്പൊ എന്താണ് മെച്യൂരിറ്റി ഇൻഡീസസ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മൾ ഓരോ ക്രോപ്പും പാകമാകുന്നത്, ഇപ്പം മാങ്ങ അല്ലെങ്കിലും ഏത്തപ്പഴം അല്ലെങ്കിൽ ഇതൊക്കെ പഴുക്കുന്ന സ്റ്റേജ് നമുക്ക് മനസ്സിലാവുന്ന ആ ഒരു ചെറിയ സൂചകങ്ങളെയാണ് നമ്മൾ മെച്യൂരിറ്റി ഇൻഡീസസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, മെച്യൂരിറ്റി ഇൻഡീസസ്. അപ്പൊ അതെന്ന് പറയുന്നത് നമ്മൾ മാങ്ങ പഴുക്കുമെന്ന് നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ മാങ്ങ പഴുക്കും എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള സൂചകങ്ങളുണ്ട്. അതായത് ഫുൾനെസ് ഓഫ് ഷോൾഡേഴ്സ്, അതിന്റെ ഷോൾഡേഴ്സ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ അതിന്റെ പീൽ കളർ, അതായത് അതിന്റെ കളർ എന്തായിട്ട് പറയുന്നത്, ആദ്യം ഒരു നല്ല ഡാർക്ക് പച്ച മാങ്ങയായിട്ട് ഡാർക്ക് ഗ്രീൻ ആയിരിക്കും. അത് ഗ്രാജുവലി ഒലീവ് ഗ്രീൻ ആയിട്ട് മാറുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും മാങ്ങ പഴുത്തു തുടങ്ങുന്നു. പിന്നെ ഒരു സ്റ്റേജ് ആണ് ടാപ്ക സ്റ്റേജ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല. ദാറ്റ് ഇസ് 1 or 2 റൈപ്പ് ഫ്രൂട്ട്സ് ഫാൾസ് ഫ്രം ദ ട്രീ നാച്ചുറലി. മാങ്ങ നന്നായിട്ട് പഴുത്തു കഴിയുമ്പോഴത്തേക്കും 1-2 മാങ്ങ ഇങ്ങനെ പൊഴിഞ്ഞു വീഴും. ആ മാങ്ങ പൊഴിഞ്ഞു വീഴുന്നതിന് നമ്മൾ ജസ്റ്റ് പറയുന്ന ഒരു പേരാണ് ടാപ്ക സ്റ്റേജ് എന്ന്. അത് എന്തിന്റെയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഇസ് എന്താണ്, മാംഗോയുടേതാണ്. പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി 1.01 to 1.02 ഇങ്ങനെ എടുത്ത് എഴുതാൻ കാരണം അത് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി റിലേറ്റഡ് ക്വസ്റ്റ്യൻ. പിന്നെ TSS എന്ന് വെച്ചാൽ ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ് എന്നാണ്. അത് നമുക്ക് അതായത് ഇതിന്റെ കണ്ടന്റ് TSS നമ്മൾ മധുരത്തെ ഷുഗർ മാത്രമല്ല ടോട്ടൽ സൊല്യൂബിൾ സോളിഡ്സ് ഉണ്ട്. അതിനകത്ത് 11 to 15 ഡിഗ്രി ബ്രിക്സ് ആയിരിക്കും മാംഗോയുടെ. അപ്പൊ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിനകത്ത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക ഈ ടാപ്ക സ്റ്റേജ്. ടാപ്ക സ്റ്റേജ് ഇസ് മെച്യൂരിറ്റി ഇൻഡെക്സ് ഓഫ് വിച്ച് ക്രോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് മാംഗോ. ഓക്കെ, അടുത്തത് നമ്മുടെ നമ്മുടെ POP കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഡക്ഷൻ ഓഫ് ഫ്ലവറിംഗ് ആൻഡ് ഇംപ്രൂവ്മെന്റ് ഓഫ് ഈൽഡ് ഇൻ അഡൾട്ട് മാംഗോ ട്രീസ് മോർ ദാൻ 15 years. ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നു. നമുക്ക് 2 POP അത് അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത് നമ്മൾ വളരെ ഏജ് ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. കുറെ നമുക്ക് നമ്മുടെ ചില ആളുകളൊക്കെ ഒന്ന് പരാതി പറയത്തില്ല, എന്റെ വീട്ടിൽ മാവ് പൂക്കുന്നില്ല എന്നുള്ള പരാതി വരെ. അപ്പൊ നമ്മൾ ഒരു റെക്കമെൻഡേഷൻ കൊടുക്കുന്ന ഒരു കെമിക്കലാണ് ഇതിന്റെ സ്പാക്ലോബ്യൂട്രസോൾ. ഈ ഒരു കെമിക്കൽ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ ആണ്. അപ്പൊ ഇതിന്റെ ഒരു പക്ഷേ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ ഏതാണെന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരുന്നത് സ്പാക്ലോബ്യൂട്രസോൾ. ഇതിന്റെ ടൈം ഓഫ് ആപ്ലിക്കേഷൻ യൂഷ്വലി എന്താണ്, സെപ്റ്റംബർ മാസങ്ങളിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സെപ്റ്റംബർ മാസം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും, അതായത് നമുക്ക് ഫ്ലവറിംഗ് ഒരു ഡിസംബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഫ്ലവർ ബഡ് ഒക്കെ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. പിന്നെ മാങ്ങ പൂക്കുന്ന സമയം അറിയാമല്ലോ എന്താണ്, പിന്നെ പൂത്ത് മാങ്ങയൊക്കെ നമുക്ക് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു സമയത്തേക്ക് കിട്ടണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് സെപ്റ്റംബർ മാസത്തിലാണ്. ഇതിന്റെ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് ഇൻ 10 liters of water and drain soils about 60 centimeter away from the tree top. ഡ്രെയിൻ ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. സാധാരണ ചെയ്യുന്നത് വലിയൊരു ബക്കറ്റിൽ നമ്മൾ സ്പാക്ലോബ്യൂട്രസോൾ ഇത്രയും ഒരു ട്രീക്ക് വേണ്ടി ഇത്രയും കലക്കി വെള്ളത്തിൽ കലക്കിയതിനു ശേഷം നമ്മുടെ മാവിന്റെ ചൂട്ടിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അകലത്തിൽ ഒരു 3 ചുറ്റും 3 ഒരു ചെറിയ കുഴി ഉണ്ടാക്കും. ആ കുഴിയിലേക്ക് ഇത് ഒഴിച്ച് ഡ്രെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. ഫീൽഡ് ലെവലിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്കിപ്പോ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഫ്ലവറിംഗ് ഇൻഡക്ഷന് വേണ്ടിയിട്ട് ഏത് കെമിക്കലാണ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കുന്നത്. സ്പാക്ലോബ്യൂട്രസോൾ. അതിന് നമ്മൾ കമേഴ്ഷ്യലി പറയുന്ന പേരാണ് കൾട്ടാർ എന്ന് പറയുന്നത്. ഞാനതിവിടെ എഴുതാൻ മറന്നു. ഇത് CULTAR, കൾട്ടാറും. കൾട്ടാർ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ സ്പാക്ലോബ്യൂട്രസോൾ കടയിൽ പോയി വാങ്ങുന്നത് കൾട്ടാർ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ കിട്ടും. ഓക്കെ, അടുത്തത് ഫ്രൂട്ട് മീസോകാർ ഡെവലപ്സ് യെല്ലോയിഷ് ആൻഡ് സ്പോഞ്ച് ലൈക്ക് പാച്ചസ് വിത്ത് ഓർ വിത്തൗട്ട് എയർ പോക്കറ്റ്സ് ഈസ് ഡാഷ് ഇൻ മാംഗോ. ഇതൊരു ഒരു ഫിസിയോളജിക്കൽ ഡിസോർഡറിന്റെ സിംറ്റം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത് എന്തിന്റെ ആണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓപ്ഷൻസ് ഓൾട്ടർനേറ്റ് ബിയറിംഗ്, മാംഗോ മാൽഫോർമേഷൻ, സ്പോഞ്ചി ടിഷ്യൂ ആൻഡ് ക്ലസ്റ്ററിംഗ്. എല്ലാം തന്നെ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ആണ്. ഏതാണ് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്തേ. സ്പോഞ്ചി ടിഷ്യൂ എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ സ്പോഞ്ചി ടിഷ്യൂ. നമ്മുടെ സിംറ്റമിൽ തന്നെ ഉണ്ട്. അപ്പൊ ഈ പറയുന്ന എല്ലാ ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സും എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. നമ്മുടെ POP ഇത് പറയുന്നില്ല, പക്ഷെ നമുക്കിത് മാംഗോ പറയുമ്പോൾ നമ്മുടെ സിലബസിൽ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത്. ഒന്നാമത്തത് ഓൾട്ടർനേറ്റ് ആൻഡ് ഇറഗുലർ ബിയറിംഗ്. 2 ടേമും ഭയങ്കര സിമ്പിൾ ആണ്. എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഓൾട്ടർനേറ്റ് എന്ന് പറയുമ്പോൾ ആൻ ഓൺ ഇയർ ഈസ് ഫോളോഡ് ബൈ ആൻ ഓഫ് ഇയർ ഇൻ ഓൾട്ടർനേറ്റ് ബിയറിംഗ്. അതായത് ഈ വർഷം മാവ് പൂത്തിട്ടുണ്ടാവും,
അടുത്ത വർഷം പൂക്കത്തില്ല. അപ്പം ഈ വർഷം ഓൺ ഇയർ ആണ്, ഈ വർഷം പൂത്തു, അടുത്ത വർഷം ഓഫ് ഇയർ ആണ്, പൂക്കുന്നില്ല. അത്തരത്തിൽ ഈ വർഷം പൂത്തു, അടുത്ത വർഷം പൂത്തില്ല, അതിന് അടുത്ത വർഷം പൂക്കുന്നു, പിന്നെ വീണ്ടും പൂക്കുന്നില്ല. ഈ ഒരു രീതിയിൽ പോകുന്നതിനാണ് ഓൾട്ടർനേറ്റ് ബിയറിംഗ് എന്ന് പറയുന്നത്. വേറെ ഇറഗുലർ ബിയറിംഗ് എന്ന് പറയുമ്പോൾ ദർ ഇസ് നോ റെഗുലർ സൈക്കിൾ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം പൂക്കുന്നു, അടുത്ത വർഷം പൂക്കുന്നില്ല, പിന്നെ പൂക്കുന്നു, അങ്ങനെ ഒരു റെഗുലർ സൈക്കിൾ ഇല്ല. ഇപ്പൊ ഈ വർഷം പൂത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ പൂക്കുന്നത്. അപ്പൊ ഒരു ഇറഗുലർ ആയിട്ട് ഇങ്ങനെ പൂക്കുകയും പൂക്കാതിരിക്കുകയും ചെയ്യുന്നതിന് ഇറഗുലർ ബിയറിംഗ് എന്നും, കൃത്യമായിട്ടൊരു സൈക്കിളിൽ ഓൺ ഇയർ കഴിഞ്ഞിട്ട് ഓഫ് ഇയർ, പിന്നെ വീണ്ടും ഓൺ ഇയർ, പിന്നെ ഓഫ് ഇയർ, ഇങ്ങനെ പോകുന്നത് ഓൾട്ടർനേറ്റ് ബിയറിംഗ്. ഓക്കെ, ഇത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ഓൾട്ടർനേറ്റ് ബിയറേഴ്സിന്റെ ചില വെറൈറ്റീസ് എങ്ങനെയാണ്, ദശേഹരി, ചൗസ, ലാംഗ്ര എന്നൊക്കെ പറഞ്ഞ വെറൈറ്റീസ് ഓൾട്ടർനേറ്റ് ബിയേഴ്സ് ആണ്. ഈ വർഷം മാവ് പൂത്തു കഴിഞ്ഞാൽ അടുത്ത വർഷം പൂക്കത്തില്ല, അതിനടുത്ത വർഷം പൂക്കും, അങ്ങനെ ഒരു റിപ്പീറ്റഡ് സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അത് പലതരത്തിലുള്ള കാരണങ്ങളും ഉണ്ടാവും, ക്ലൈമറ്റിക് കണ്ടീഷൻസും ഉണ്ടാവും, ചില വെറൈറ്റീസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങനെയാവാം. അതിന്റെ കാരണങ്ങളും അതിന്റെ കൺട്രോൾ മെഷേഴ്സും ഞാനിപ്പോ പറയുന്നില്ല, അത്രയൊക്കെ കഴിഞ്ഞ് ഒത്തിരി ആയി പോവും. നമുക്ക് എന്തൊക്കെയാണ് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തതായിട്ട് മാംഗോ മാൽഫോർമേഷൻ. മാംഗോ മാൽഫോർമേഷൻ പ്രധാനമായിട്ടും 2 തരത്തിലാണ്. ആ പേരിൽ തന്നെ ഉണ്ട് മാൽഫോർമേഷൻ, എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ. ആ പ്രശ്നം 2 തരത്തിലാണ്, അതായത് വെജിറ്റേറ്റീവും ഉണ്ട്, ഫ്ലോറലും ഉണ്ട്. വെജിറ്റേറ്റീവ് മാൽഫോർമേഷൻ എന്ന് പറയുമ്പോൾ ദ ഷൂട്ട് ഗ്രോത്ത് ബിക്കം സ്റ്റണ്ടഡ് ആൻഡ് എ ബ്രാഞ്ച് ഓഫ് ലീവ്സ് ആർ സീൻ. അതായത് ഇത്രേ ഉള്ളൂ. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താ, ഫ്ലോറൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്ലവേഴ്സിന് എന്തോ പ്രശ്നമുണ്ട്. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഷൂട്ട് ഗ്രോത്ത് ഒക്കെ എഫക്ട് ചെയ്യുന്നു. ഷൂട്ട് ഗ്രോത്ത് ഒക്കെ മുരടിച്ച് അങ്ങനെ സ്റ്റാൻഡേർഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അത് വെജിറ്റേറ്റീവ് മാൽഫോർമേഷൻ. ഫ്ലോറൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്ത് കിട്ടുന്നു, മാംഗോയുടെ ഇൻഫ്ലോറസെൻസ്, അതായത് അതിന്റെ പൂങ്കുരി ഉണ്ടല്ലോ, പാനിക്കിൾ, ആ ഇൻഫ്ലോറസെൻസിലും എന്തൊക്കെയോ ഇങ്ങനെ ഒരു കണ്ടൻസ്ഡ് മാസ് ഓഫ് ഫ്ലവർ ബെഡ്സ് കണ്ടെയ്ൻ മെയിൽ ഫ്ലവേഴ്സ് മാത്രമായിരിക്കും. അപ്പൊ അത്തരത്തിൽ വരുമ്പോഴത്തേക്ക് എന്ത് കിട്ടുന്നു, പ്രോപ്പർ ആയിട്ട് ഫ്രൂട്ടിങ് നടക്കത്തില്ല. അപ്പൊ അങ്ങനെ വരുന്നതാണ് ഫ്ലോറൽ മാൽഫോർമേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കുറച്ച് ഞാൻ ചിലതിന് മാത്രം അങ്ങനെ കൺട്രോളും കാരണങ്ങളും പറയുന്നുണ്ട്, പക്ഷെ അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്താണെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. വെറൈറ്റി ഫാക്ടേഴ്സ് വരാം. ബോംബെ ഗ്രീൻ, ചൗസ, ദശഹരി എന്നൊക്കെ പറയുന്നത് ഹൈലി സസെപ്റ്റബിൾ ആണ്, അതായത് ഇതുമായിട്ട് സസെപ്റ്റബിൾ ആണ്. അതിൽ ഹോർമോണൽ ഇംബാലൻസ് വരാം. ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇത് കാരണങ്ങൾ അങ്ങനെ കാണാതെ പിടിക്കണം എന്ന് പറയുന്നില്ല. പിന്നെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ഡീ ബ്ലോസമിങ് ചെയ്യാം, അല്ലെങ്കിൽ 200 ppm എണ്ണ സ്പ്രേ ചെയ്യാം. ഇത് അറിഞ്ഞിരിക്കാം. മാംഗോ മാൽഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മാൽഫോർമേഷൻ എന്നുള്ള വാക്ക് തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ട്, മാൽഫോംഡ് ആയിട്ടുള്ള. അപ്പൊ അത് 2 തരത്തിലുണ്ട്. വെജിറ്റേറ്റീവ്, ഷൂട്ട് ഗ്രോത്തിനൊക്കെ എഫക്ട് വെജിറ്റേറ്റീവ്, ഇൻഫ്ലോറസൻസിനാണെങ്കിൽ അത് ഫ്ലോറൽ. ഓക്കെ, അടുത്തായിട്ട് ബ്ലാക്ക് ടിപ്പ്. ബ്ലാക്ക് ടിപ്പ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ബ്ലാക്ക് ടിപ്പ്, അതായത് ഫ്രൂട്ട് അപ്പെക്സ് ടേൺസ് black and gets hardened due to toxic gases like carbon monoxide, sulfur dioxide and acetylene emitted from brick mills. അതായത് ഇഷ്ടിക ചൂളകൾ ഉണ്ടല്ലോ, അപ്പൊ അതിൽ നിന്നൊക്കെ വരുന്ന ചില ഗ്യാസസ്, ഇപ്പം നമ്മുടെ മാവിന്റെ തോട്ടം എന്ന് പറയുന്നത് ഇഷ്ടിക ചൂളയുടെ ഒക്കെ അടുത്താണെങ്കിലും അപ്പൊ അതിൽ നിന്ന് വരുന്ന ചില ഫ്യൂംസ് അല്ലെങ്കിൽ ഗ്യാസസ് കാരണം ഈ കോമൺ ആയിട്ട് ആ മാങ്ങയിലൊക്കെ ടിപ്പ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ബ്ലാക്ക് കളർ വരും. അപ്പൊ അതൊരു തരത്തിൽ ഫിസിയോളജിക്കൽ ഡിസോർഡർ ആണ്. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള തോട്ടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും കോമൺ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. അങ്ങനെ വരുന്നതിന് ബ്ലാക്ക് ടിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും കൺട്രോൾ മെഷേഴ്സ് കൊടുക്കാന്ന് വെച്ചാൽ അതിന്റെ പ്രൊവൈഡ് ടോൾ ചിമ്മിനീസ്, അതിന്റെ ഇഷ്ടിക ചൂളിനും ചിമ്മിനി കുറച്ച് നല്ല ഹൈറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, ഈ ഫ്യൂംസ് ഇതിനകത്തേക്ക് വരില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കെമിക്കൽ എന്താ പറയാ സ്പ്രേ കൊടുക്കാം, ബൊറാക്സ് അങ്ങനെയുള്ള സ്പ്രേസ് കൊടുക്കാം. ജസ്റ്റ് ഈ എന്താണെന്ന് ഡിസോർഡർ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് നമ്മളിപ്പോ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ട സ്പോഞ്ചി ടിഷ്യൂ അല്ലെങ്കിൽ സോഫ്റ്റ് സെന്റർ, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ടിന്റെ മീസോകാർപ്പ്, അതിന്റെ അകത്ത് നമ്മൾ കഴിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഫ്രൂട്ട് മീസോകാർപ്പ് ഡെവലപ്സ് യെല്ലോയിഷ് ആൻഡ് സ്പോഞ്ച് ലൈക്ക് പാറ്റേഴ്സ്. ഒരു സ്പോഞ്ച് ലൈക്ക് പാറ്റേഴ്സ് കാണും വിത്തൗട്ട് എയർ പോക്കറ്റ്സ്. അത് നമ്മൾ ചിലപ്പോൾ മാങ്ങ മുറിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അപ്പൊ അതാണ് സ്പോഞ്ചി ടിഷ്യൂ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു വെറൈറ്റീസ് ഫ്രീ ഫ്രം സ്പോഞ്ചി ടിഷ്യൂസ് ഏതൊക്കെയാണെന്നുള്ളത്. അർക്ക അരുണ, അർക്ക പുനീത്, മൻമോളും നീൽക്കിരണം പറഞ്ഞ് കൂടെ നമ്മുടെ രത്നയും കൂടെ. ഓക്കെ, ഇനി ക്ലസ്റ്ററിംഗ് ഒരു ജുംക. ജുംക എന്ന് പറയുമ്പോൾ സ്മോൾ ഫ്രൂട്ട്സ് അപ്പിയർ അറ്റ് ദ ടിപ്പ് ഓഫ് പാനിക്കിൾ ആസ് ക്ലസ്റ്റേഴ്സ് ആൻഡ് ദേ ഗ്രോ ടു മാർബിൾ സൈസ് ആൻഡ് റിമെയിനേഴ്സ്. അതായത് ഇങ്ങനെ കണ്ണിമാങ്ങയായിട്ട് ഇങ്ങനെ നിൽക്കും. അതായത് ചെറിയ ചെറിയ ഫ്രൂട്ട്സ് നമ്മുടെ ഇങ്ങനെ നിൽക്കും. അത് പിന്നീട് വളരാണ്ട് ഇങ്ങനെ കണ്ണിമാങ്ങ പരുവത്തിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ക്ലസ്റ്ററിംഗ് അല്ലെങ്കിൽ ജുംക എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഫിസിയോളജിക്കൽ ഡിസോർഡേഴ്സ്. എന്തൊക്കെയായിരുന്നു? ഓൾട്ടർനേറ്റ് ആൻഡ് ഇറഗുലർ ബിയറിംഗ്, then mango malformation, then black tip, spongy tissue or soft center, and clustering or junca. Okay, അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത്രയും ഭാഗം ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, പൂസ നന്ന ഈസ് എ വെറൈറ്റി. പൂസ നന്ന ഈസ് എ വെറൈറ്റി ഏത് ക്രോപ്പിന്റെ വെറൈറ്റി ആണ്? മാംഗോ ആണോ, പപ്പായ ആണോ, പൈനാപ്പിൾ ആണോ, ബനാനയാണോ? ഹലോ, പോയോ എല്ലാരും?
ഏത് ക്രോപ്പിന്റെയാണ് പൂസാൻ എന്ന ഇസ് എ വെറൈറ്റി ഓഫ്? പറഞ്ഞു നോക്കട്ടെ. എല്ലാരും POP വായിച്ചതല്ലേ? POP ഉള്ളതാണല്ലോ അത്. മാംഗോ. മാംഗോ എന്നൊരു ആള് പറഞ്ഞു. വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? പറഞ്ഞു. POP എല്ലാരും വായിച്ചോ? മാംഗോയും പപ്പായ. പപ്പായ എന്നൊരാള് പറഞ്ഞു. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? മാംഗോയും പപ്പായാണ് നൽകാറ് നമുക്ക് നിലവിൽ ആൻസർ ആയിട്ട് കിട്ടിയേക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. ആൻസർ പപ്പായ. പപ്പായയുടെ വെറൈറ്റി ആണ് എന്ന് പറയുന്നത് പൂസാൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏകദേശം മാംഗോ വെച്ച് കവർ ചെയ്യപ്പെട്ടു. ഏകദേശം കുറെ കാര്യങ്ങൾ അത്യാവശ്യമായി. അതിന്റെ പ്ലാന്റിങ്ങും മാന്യൂറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ, ഹാർവസ്റ്റിംഗ് നമ്മുടെ മെച്യൂരിറ്റി ഇൻഡിക്കേഴ്സ് നമ്മൾ പറഞ്ഞു. ദെൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം അത് കഴിഞ്ഞു. അടുത്തൊരു ക്രോപ്പാണ് പപ്പായ. പപ്പായയുടെ ഒരു വെറൈറ്റി ആയിരുന്നു പൂസാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ നന്ന എന്ന് വെച്ചാൽ എന്താ? ചെറുത് എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഡോർഫിംഗ് എന്താ പറയുക, ഡോർഫിംഗ് മ്യൂട്ടന്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് പൂസാൻ എന്ന് പറയുന്നത്. നന്ഹ ചെറുത്. അതായത് നമുക്ക് ഇതിന്റെ ഫോട്ടോ എന്തെങ്കിലും ഞാൻ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നതാണ്. ജസ്റ്റ് പേരുകൾ തന്നെ നന്ന ചെറുതെന്നുണ്ട്. വളരെ സ്മോൾ ആണ്. വളരെ നമുക്ക് ഇങ്ങനെ കൈ കൊണ്ട് പറിച്ചെടുക്കാൻ പറ്റും. ഭയങ്കര ചെറുതായിട്ടുള്ള പപ്പായ ആണെന്ന് പറയുന്നത് പൂസാൻ എന്ന് പറയുന്നത്. ദറ്റ് ഇസ് എ വെറൈറ്റി ഓഫ് പപ്പായ. ഓക്കെ, പൂസ എന്ന് കേൾക്കുമ്പോൾ ഞാൻ അത് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്തതാണ്. IARA ഡെവലപ്പ് ചെയ്തതായിരിക്കും. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ വെറൈറ്റീസ് ഓഫ് പപ്പായ? താഴെ കൊടുത്തിരിക്കുന്നത് പപ്പായയുടെ വെറൈറ്റീസ് ഏതൊക്കെയാണ്? ഹണിഡ്യൂ, കൂർഗ് ഹണിഡ്യൂ, ദെൻ സോളോ ആൻഡ് ഓൾ ഓഫ് ദ എബോവ്. ഏതാണ്? ഓൾ ഓഫ് ഓൾ ദ. ഓഫ് ദ എബോവ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. യെസ്, ആൻസർ ഈസ് ഓൾ ഓഫ് ദ എബോവ്. ഓൾ ഓഫ് ദ എബോവ് ആണ്. അതായത് എല്ലാം തന്നെയും എന്ത് പപ്പായയുടെ വെറൈറ്റീസ് ആണ്. ഹണിയുടെയും കൂർഗ് ഹണിയുടെയും. പിന്നെ നമ്മളിപ്പം അല്ലാണ്ട് കുറച്ച് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. സൂര്യ, ദെൻ പൂസ എന്നെ ഓൾറെഡി പറഞ്ഞു. പിന്നെ പൂസ ജയന്റ്, അങ്ങനെ കുറെ അധികം വെറൈറ്റീസ് എന്താണ് എല്ലാം തന്നെ പപ്പായയുടെ വെറൈറ്റീസ് ആണ്. ഓക്കെ, അടുത്തത് ഇനി പപ്പായൻ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ POP എക്സ്ട്രാക്ഷൻ ഓഫ് പപ്പായ എന്നൊരു ഹെഡിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് പപ്പായൻ എക്സ്ട്രാക്ഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് 4 സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. പപ്പായൻ ഇസ് എൻ ആക്റ്റീവ് എൻസൈം പ്രസന്റ് ഇൻ ദ ലാറ്റക്സ് ഓർ മിൽക്കി സെക്രീഷൻ ഓഫ് പപ്പായ പ്ലാന്റ്സ് ആൻഡ് ഇംമെച്വർ ഫ്രൂട്ട്സ്. അടുത്തത് 1/2 to 3/4 matured fruits are selected for papaya extraction. The latex collected is dried in sun or in an artificial dryer at 50 to 55 degrees Celsius and all of the above. ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ. ഓൾ ഓഫ് ദ എബോവ് പറയുന്നുണ്ട്. യെസ്, അതായത് എല്ലാം തന്നെ പപ്പായൻ എക്സ്ട്രാക്ഷനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് പപ്പായൻ എക്സ്ട്രാക്ഷൻ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പപ്പായ എന്ന് പറയുന്നത് ആക്റ്റീവ് എൻസൈം, അതായത് ഒരു ലാറ്റക്സിൽ, അതായത് മിൽക്കി സെക്രീഷൻ ആണ്, അതായത് പ്രസന്റ് ആയിട്ടുള്ള ഒരു എൻസൈം ആണ് പപ്പായ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പപ്പായൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു 1/2 to 3/4 വെച്ച് ഒരു 1/4 ഭാഗം ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് ഒരു 70 മുതൽ 100 ദിവസം പ്രായമുള്ള ഫ്രൂട്ട്സിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്? ചെറിയൊരു ഇൻസിഷൻ കൊടുക്കും. നമ്മൾ ചെറിയൊരു ബ്ലേഡ് വെച്ചിട്ടോ മറ്റൊരു ഇൻസിഷൻ കൊടുത്തിട്ട് അതിനകത്ത് നമ്മൾ ഇതിനെ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ലാറ്റക്സിനെ കളക്ട് ചെയ്യുന്നു. സ്റ്റെയിൻലെസ് ബ്ലേഡ്സോ അല്ലെങ്കിൽ കത്തിയോ അല്ലെങ്കിൽ ബാംബൂ സ്പ്ലിൻഡേഴ്സോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുശേഷം നമ്മൾ ഇതിനെ ഒരു അലൂമിനിയം വെസലിലേക്കോ അല്ലെങ്കിൽ അരക്കിലിട്ട് നമ്മുടെ കവുകിന്റെ ഈ പാളയുണ്ടല്ലോ അതിനകത്തേക്ക് നമ്മൾ ഇത് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തതിനു ശേഷം ഈ കളക്ട് ചെയ്ത ലാറ്റക്സിനെ നമ്മൾ എന്ത് ചെയ്യും? ക്യാൻ ബി ഡ്രൈഡ് ഇൻ സൺ, ഒന്നുകിൽ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഡ്രയറിൽ വെച്ചിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? ഡ്രൈ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് കൂടുതൽ കാലം ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്കും പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യാന്നാ പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ എടുക്കുന്നതാണ് ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ ടാപ്പ് ചെയ്തെടുക്കുന്നതാണ്, എടുക്കുന്ന എൻസൈമിനെയാണ് നമ്മൾ പപ്പായി എന്ന് പറയുന്നത്. അപ്പൊ ഈ പപ്പായൻ എക്സ്ട്രാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ സ്റ്റെപ്സ് നിങ്ങൾ ഡിസൈഡ് ഇത് എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. അത് ജസ്റ്റ് ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്, POP-യിലുണ്ട്. അത് നിങ്ങൾ ഒരിക്കൽ കൂടുതൽ വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ പപ്പായൻ എക്സ്ട്രാക്ഷൻ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അസറോഫാഗസ് പപ്പായ ഈസ് എ സ്പെസിഫിക് പാരസിറ്റോയിഡ് ഫോർ ദ ബയോ കൺട്രോൾ ഓഫ് ഡാഷ് ഇൻ പപ്പായ. അതായത് ഈ ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് ഈ പറയുന്നത്. ഏത് പപ്പായയിലെ ഏത് പെസ്റ്റിനെ അഗെയിൻസ്റ്റ് ആണ് നമ്മളത് കൊടുക്കുന്നതെന്നാണ്. പപ്പായ എഫിഡ്സ് ആണോ, പപ്പായ മീലി ബഗ് ആണോ, വൈറ്റ് ഫ്ലൈസ് ആണോ, നൺ ഓഫ് ദ എബോവ്? ഏതാണ്? പറഞ്ഞു നോക്കട്ടെ. പോയാ? ഹലോ,
ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. അസറോഫാഗസ് പപ്പായ. ഇത് POP-യിലുള്ള കാര്യം തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾ പപ്പായ വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങളിൽ കണ്ടില്ലെങ്കിലും ഇത് POP-യിൽ തന്നെയുള്ള കാര്യമാണ്. അസറോഫാഗസ് പപ്പായ എന്ന് പറയുന്നത് ഇസ് എ സ്പെസിഫിക് പാരസിറ്റോയിഡ് ഫോർ ദ ബയോ കൺട്രോൾ ഓഫ് ഏത് പെസ്റ്റ് ആണ്? എഫിഡ് ആണോ, മീലി ബഗ് ആണോ, വൈറ്റ് ഫ്ലൈസ് ആണോ, അതൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. മീലി ബഗ് ആണ്. മീലി ബഗ് എന്നൊരാൾ പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഈസ് പപ്പായ മീലി. പപ്പായ മീലി ബഗിനെ നിങ്ങൾ ഒരു POP-യിൽ നോക്കുമ്പോഴത്തേക്കും വേറെ ലാസ്റ്റ് ഒരു പേജിലേക്ക് നിങ്ങൾക്ക് നോക്കാം. ബയോ കൺട്രോൾ ഏജന്റ് നോക്കാമെന്നാണ് POP-യിൽ കൊടുത്തിട്ടുണ്ട്. 3 നോട്ട് സംതിങ് ഒരു പേജിലേക്ക്. അതായത് ഒരു പപ്പായ മീലി ബഗിനെ എക്സ്ക്ലൂസീവ്ലി അതിനെ മാത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് അസറോഫാഗസ് പപ്പായ. ഇത് വേണേൽ തിരിച്ചും ചോദിക്കാം കേട്ടോ. പപ്പായ മീലി ബഗിനെ കൺട്രോൾ ചെയ്യുന്നത് ഏതാണ്, പാരസൈറ്റുകൾ ഏതാണെന്ന് തിരിച്ചും ക്വസ്റ്റ്യൻ ചോദിക്കാം. അത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അസറോഫാഗസ് പപ്പായ എന്നുള്ള പേര് ഓർത്തിരിക്കുക. അത് എന്തിന് അഗെയിൻസ്റ്റ് ആണ്? പപ്പായ മീലി ബഗ്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയ കഴിഞ്ഞു. അടുത്തത് പപ്പായ വളരെ ചെറിയൊരു ക്രോപ്പാണ് കേട്ടോ. പപ്പായ ചെറിയ ക്രോപ്പാണ്. നമ്മുടെ ഇപ്പം പുതിയ ആഡ് ഓൺ ചെയ്ത സിലബസിൽ നമുക്ക് ക്രോപ്സ് ഇങ്ങനെ എടുത്തു പറയുന്നതിനകത്ത് ആക്ച്വലി മാംഗോയും ബനാനയും പൈനാപ്പിളും ഗ്രേപ്സും സിട്രസും മാത്രമാണ് എടുത്തു പറയുന്നത്. പക്ഷെ സിട്രസ് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ ക്രോപ്സ് ഇങ്ങനെ അണ്ടർ എക്സ്പ്ലോറിംഗ് മൈനർ ക്രോപ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതർ ക്രോപ്സിനെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വരും പപ്പായ. പപ്പായ നമുക്ക് കേരളത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ക്രോപ്പ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നോക്കി അടുത്ത ക്വസ്റ്റ്യൻ, സയന്റിഫിക് നെയിം ഓഫ് പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ സയന്റിഫിക് നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അനാനാസ് ഫോമോസസ് എന്നാണോ, അല്ലെങ്കിൽ മൈനിൽക്കാര സപ്പോട്ട എന്നാണോ, ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് എന്നാണോ, അതോ ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ട ആണോ? ഏതാണ് പൈനാപ്പിളിന്റെ സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞേ. അനാനസ് കോമോസ്. അനാനസ് കോമോസസ് എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ ഈസ് അനാനസ് കോമോസസ്. ദാറ്റ് ഇസ് ദ സയന്റിഫിക് നെയിം ഓഫ് പൈനാപ്പിൾ. ബാക്കിയുള്ള ഓപ്ഷൻസ് ലിസ്റ്റിൽ നോക്കി. മൈനിൽക്കാര സപ്പോട്ട എന്തിന്റെയാണ്? പേരിൽ തന്നെയുണ്ട്. എന്തിന്റെ സയന്റിഫിക് നെയിമാ? എന്തിന്റെ സയന്റിഫിക് നെയിമാ? സപ്പോട്ട. മൈനിൽക്കാര സപ്പോട്ട എന്തിന്റെ സപ്പോട്ട? യെസ്. ഇനി ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. എന്തിന്റെ സയന്റിഫിക് നെയിം ആയിരുന്നു? ജാക്ക് ഫ്രൂട്ട്. എന്തോ? ജാക്ക് ഫ്രൂട്ട് അല്ലെങ്കിൽ ചക്ക. യെസ്, റൈറ്റ്. ജാക്ക് ഫ്രൂട്ടിന്റെ സയന്റിഫിക് നെയിം ആയിരുന്നു ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്. ഓപ്ഷൻ ഡി എന്തായിരുന്നു? ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ട എന്ന് പറയുന്നത് എന്തിന്റെ സയന്റിഫിക് നെയിമാ? അറിയാവോ? ആർക്കേലും അറിയാവോ? ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ട എന്ന് പറയുന്നത് നമ്മുടെ ആഞ്ഞിലി ചക്ക എന്ന് കേട്ടിട്ടില്ലേ? ആഞ്ഞിലി ചക്ക. നമ്മുടെ സാധാ ജാക്ക് ഫ്രൂട്ടിന് ആർട്ടോകാർപ്പസ് ഹെറ്ററോഫിലസ്, ആർട്ടോകാർപ്പസ് ഹിർസ്യൂട്ടാസ് എന്ന് പറയുന്നത് ആഞ്ഞിലി ചക്കയാണ് കേട്ടോ. ആഞ്ഞിലി ചക്കയുടെ സയന്റിഫിക് നെയിമാണ്. ഇനി ഇതേ ഫാമിലിയിൽ വരുന്ന മറ്റൊരു ക്രോപ്പ് ഉണ്ട്, ബ്രെഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ആർട്ടോകാർപ്പസ് ഓൾട്ടിലിസ് ആണ്. അത് നിങ്ങൾ അറിയേണ്ട ലിസ്റ്റിന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ ഈ ജാക്ക് ഫ്രൂട്ടിന്റെ ഫാമിലി ഏതായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. മൊറേസിയയിൽ വരുന്ന എല്ലാ ഫ്രൂട്ട്സിനും കൂടെ നമ്മൾ കോമൺ ആയിട്ട് മൊറേഷ്യസ് ഫ്രൂട്ട് എന്ന് പറയും. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന എല്ലാം ബ്രെഡ് ഫ്രൂട്ടും നമ്മുടെ ചക്ക, പിന്നെ അതുപോലെ തന്നെ ആഞ്ഞിലി ചക്ക, ഇതെല്ലാം മൊറേസിയ ഫാമിലിയിൽ വരുന്നതാണ്. അപ്പൊ അതിനെല്ലാം കൂടെ നമ്മൾ കോമൺ ആയിട്ട് മൊറേഷ്യസ് ഫ്രൂട്ട്, നമ്മൾ സൊളനേസിയയിൽ വരുന്നതിന് സൊളനേഷ്യസ് വെജിറ്റബിൾസ് എന്ന് പറയുന്നതിന് മൊറേഷ്യസ് ഫ്രൂട്ട്സ്. ഓക്കെ, അടുത്തത് ഫാമിലി ഓഫ് പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ ഫാമിലി ഏതാണെന്നാണ് ചോദ്യം. മിർട്ടേസിയ ആണോ, മൊറേസിയ ആണോ, ബ്രൊമിലിയേസിയ ആണോ, റൂട്ടേസിയ ആണോ? ബ്രോമിലിയേസി എന്ന് പറയുന്നുണ്ട്. യെസ്, ആൻസർ ഇസ് ബ്രോമിലിയേസി ആണ് പൈനാപ്പിളിന്റെ ഫാമിലി എന്ന് പറയുന്നത്. ഇനി റൂട്ടേസി ഫാമിലിയിൽ വരുന്ന ഒരു ക്രോപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഏതായിരുന്നു? സിട്രസ് പറഞ്ഞു. സിട്രസിന്റെ ഫ്രൂട്ട് ടൈപ്പിന് പറയുന്ന പേരെന്താ? മറന്നുപോയോ? സിട്രസിന്റെ ഫ്രൂട്ട് ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാ. ഞാനിങ്ങനെ ഇടയ്ക്കൂടെ ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ, അടുത്തടുത്ത ക്ലാസ്സിൽ സിട്രസിന്റെ ഫ്രൂട്ട് ടൈപ്പിന് നമ്മൾ പറയുന്ന പേരെന്തായിരുന്നു? എന്തോ? ഹെസ്പെരിഡിയം എന്നായിരുന്നു നമ്മൾ പറയുന്നത്. ഹെസ്പെരിഡിയം. പൈനാപ്പിളിന്റെയും ജാക്ക് ഫ്രൂട്ടിന്റെ ഒക്കെ ഫ്രൂട്ട് ടൈപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അതൊരു കോമ്പൗണ്ട് ഫ്രൂട്ട് ആണെന്ന് പറഞ്ഞു. അതേതാണ്? സോറോസിസ്. ഇനി നമ്മള് ഫിഗിന്റെ എന്തായിരുന്നു പറഞ്ഞത്? ഫിഗ് എന്തായിരുന്നു? യെസ്. അപ്പം അത്യാവശ്യം കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഓർമ്മയുണ്ട്. അപ്പം ഇതിന്റെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ഓഫ് പൈനാപ്പിളിന് പറയുന്ന പേര്
സോറോസിസ് എന്നാണ്. എന്താണ് ട്രൂ ഫ്രൂട്ട്, എന്താണ് കോമ്പൗണ്ട് ഫ്രൂട്ട്, അല്ലെങ്കിൽ അതിന്റെ അഗ്രിഗേറ്റ് ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലെ? ക്ലിയർ ആണോ? ഒരു ഫ്ലവറിന്റെ പല ഓവറീസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് ഏതായിരുന്നു? ഒരു ഓവറീസ്, അതിനകത്ത് കുറെ അധികം, ഒരു ഫ്ലവർ അതിനകത്ത് കുറെ അധികം ഓവറീസ്, അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് ഏതായിരുന്നു? മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ട് ആയിരുന്നോ? മൾട്ടിപ്പിൾ ഫ്രൂട്ട് എന്ന് പറയുമ്പോൾ ഇൻഫ്ലോറസെൻസ് ആണ്. ഒരു ഇൻഫ്ലോറസെൻസിന്റെ പല ഫ്രൂട്ടിന്റെ പല ഓവറീസ് ആണ് മൾട്ടിപ്പിൾ ഫ്രൂട്ട്, മൾട്ടിപ്പിൾ ഓവറീസ്. മറ്റേത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. യെസ്, അഗ്രിഗേറ്റ് ഫ്രൂട്ട് ആണ്. അതായത് നമ്മുടെ സീതപ്പഴം, സീതാഫലൊക്കെ ഉണ്ടല്ലോ, സീതപ്പഴമൊക്കെ ഓർത്ത മതി, സീതപ്പഴം ഒരുമിച്ച് ഇങ്ങനെ അഗ്രിഗേറ്റഡ് ഫ്രൂട്ട് ഇരിക്കുന്നത് അഗ്രിഗേറ്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് കോമ്പൗണ്ട് ഫ്രൂട്ടിനകത്ത് വരുന്ന അഗ്രിഗേറ്റ് ഫ്രൂട്ട്. ഓക്കെ, അടുത്തത് ഡാഷ് ഇസ് എ ഹൈബ്രിഡ് ഓഫ് പൈനാപ്പിൾ റിലീസ് ഫ്രം PRS വെള്ളാനിക്കര. പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷൻ വെള്ളാനിക്കരയിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു പൈനാപ്പിളിന്റെ ഹൈബ്രിഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ക്യൂ ആണോ, മൗറീഷ്യസ് ആണോ, അമൃതയാണോ, നീലിമയാണോ? POP വായിച്ചോ? POP വായിച്ചവർക്ക് അത് കിട്ടുമല്ലോ. അമൃത. അമൃത എന്ന് പറയുന്നത്, യെസ്, ആൻസർ ഈസ് അമൃത. അമൃത എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ആണ്. അതായത് പൈനാപ്പിൾ റിസർച്ച് സ്റ്റേഷനിൽ റിലീസ് ചെയ്ത ഒരു ഹൈബ്രിഡ് ആണ്. ക്യൂ ക്യൂ എന്നാണ് അതിന്റെ പേരന്റേജ് ആണ് എന്റെ ഓർമ്മ കേട്ടോ, ജസ്റ്റ് ഓർത്തിരിക്കേണ്ട, കുഴപ്പമില്ല. ബാക്കി ക്യൂവും മൗറീഷ്യസും നമ്മുടെ പൈനാപ്പിളിന്റെ വെറൈറ്റീസ് തന്നെയാണ്. പ്രധാനമായിട്ടും there are 3 വെറൈറ്റീസ് ആണ്, ക്യൂ, അമൃത ആൻഡ് മൗറീഷ്യസും. ഓപ്ഷൻ ഡിയിൽ കൊടുത്തിരിക്കുന്ന നീലിമ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ബ്രിഞ്ചോളിന്റെ ഒരു F1 ഹൈബ്രിഡ് ആണ് കേട്ടോ. ബ്രിഞ്ചോളിന്റെ ഹൈബ്രിഡ് ആണ്. നമ്മുടെ വെജിറ്റബിളിൽ തന്നെ ഫസ്റ്റ് ഹൈബ്രിഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നീലിമയാണ് കേട്ടോ. നീലിമ അത് ബാക്ടീരിയൽ ഗിൽറ്റിന് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു F1 ഹൈബ്രിഡ് ആണ്. അത് അത്തിൽപാദൻ ഒരു ഹൈബ്രിഡ് ഇനമാണ് നീലിമ എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ഈ ക്യൂവിന്റെയും മൗറീഷ്യസിന്റെയും ചെറിയൊരു കമ്പാരിസൺ ആണ്. ഞാൻ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ലീവ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് സ്പൈൻലെസ് ആയിരിക്കും, മുള്ളുകൾ ഇല്ലായിരിക്കും. മുള്ളുകളോട് കൂടിയ ലീവ്സ് ആയിരിക്കും മൗറീഷ്യസിന്. ലെസ് നമ്പർ ഓഫ് സക്കേഴ്സ് ആയിരിക്കും. സക്കേഴ്സും അതുപോലെ സ്ലിപ്സ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊപ്പഗ്യൂള് തന്നെയാണ്. അപ്പം ഇത് രണ്ടും കുറവായിരിക്കും ക്യൂവിന്. മറ്റേ എന്താണ് മൗറീഷ്യസിന് കുറച്ചും കൂടെ സക്കേഴ്സും സ്ലിപ്സും ഒക്കെ കൂടുതലായിരിക്കും. ഇനി ഫ്രൂട്ടിന്റെ ഷേപ്പ് വരുവാണെങ്കിൽ സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും ക്യൂവിന്. മൗറീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ കോണിക്കൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും. കാനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ക്യൂ എന്ന് പറയുന്നത്. കൂടുതലായിട്ടും ജ്യൂസി പർപ്പസിന്, ജ്യൂസ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് മൗറീഷ്യസ് ടൈപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന്റെ ഐസ് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും. അതിന്റെ പൈനാപ്പിളിന്റെ പുറത്തുള്ള ഐസ് കുറച്ച് ഫ്ലാറ്റ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ക്യൂ. കുറച്ചും കൂടി ഡീപ്പ് ഐസ് ആയിരിക്കും മൗറീഷ്യസിന്. ഫ്രൂട്ട് വെയിറ്റ് വരുവാണെങ്കിൽ കുറച്ചുകൂടി ഫ്രൂട്ട് വെയിറ്റ് കൂടുതലായിരിക്കും. ഒരു 2 മുതൽ 3 കിലോ ഒക്കെ വരും നമ്മുടെ ക്യൂ എന്ന് പറയുന്നത്. മൗറീഷ്യസ് 1.5 മുതൽ 2 കിലോ വരെയൊക്കെ ആയിരിക്കും മൗറീഷ്യസിന്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഈ ക്യൂവിന്റെയും മൗറീഷ്യസിന്റെയും ആ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് എ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ യൂസ്ഡ് ഫോർ യൂണിഫോം ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഡാഷ് ഇസ് എ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ യൂസ്ഡ് ഫോർ യൂണിഫോം ഫ്ലവറിംഗ് ഇൻ പൈനാപ്പിൾ. ഞാൻ ഇത് ഇവിടെ മാത്രമല്ല മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ് നോക്കട്ടെ, ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ. എത്തിഫോൺ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. യെസ്, ആൻസർ ഇസ് എത്തഫോൺ ആണ്. ഈ പാക്ലോബിട്രോസോൾ നമ്മൾ എവിടെയോ കേട്ടായിരുന്നല്ലോ, മാംഗോയുടെ കേസിൽ. പാക്ലോബിട്രോസോളിന്റെ ട്രേഡ് നെയിം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആരെങ്കിലും നോട്ട് ഡൗൺ ചെയ്ത് നോക്കട്ടെ. എന്തായിരുന്നു പറഞ്ഞത് അന്നേരം? യെസ്, കൾട്ടാർ ആണ്. അപ്പൊ എത്തഫോൺ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പം നമ്മുടെ POP എടുക്കുകയാണെങ്കിൽ ഫ്ലവർ ഇൻഡെക്സ് ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഫോർ യൂണിഫോം ഫ്ലവർ, യൂണിഫോം ആയിട്ട് ഒരുപോലെ എല്ലാം ഫ്ലവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എത്തഫോൺ ട്രീറ്റ് ചെയ്യാം. അതിന്റെ കോൺസെൻട്രേഷൻ പറയുന്നുണ്ട് 25 ppm എത്തഫോൺ ഈസ് അപ്ലൈഡ് ഓൺ ഫിസിയോളജിക്കലി മെച്യൂർ പ്ലാന്റ്സ് ഹാവിംഗ്. ഇതിന്റെ ഈ ഏജ് അതായത് 7 to 8 months ആഫ്റ്റർ പ്ലാന്റ്, 7 മുതൽ 8 മാസം വരെ കഴിഞ്ഞതിന് ശേഷം. ഇതിന്റെ സൊല്യൂഷൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ the solution for application in 1000 plants is prepared by adding 1.25 ml of 1.25 ml of എത്തഫോണിന് എന്ത് ചെയ്യുന്നു, പിന്നെ അതിലൂടെ 1 kilogram യൂറിയ ആൻഡ് 20 gram കാൽസ്യം കാർബണേറ്റ്. ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ ഓർക്ക് കേട്ടോ. അതായത് എത്തഫോൺ, യൂറിയ, കാൽസ്യം കാർബണേറ്റ് 50 liters ഓഫ് വാട്ടറിലേക്ക്. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു, ഈ പ്രിപ്പയർഡ് സൊല്യൂഷന് ഹാർട്ട് ഓഫ് ദ പ്ലാന്റിലേക്ക് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു.
ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഒരു 40 days ആകുമ്പോഴത്തേക്കും യൂണിഫോം ആയിട്ട് എല്ലാം ഈ നമ്മുടെ പൈനാപ്പിളിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റാഗേർഡ് ആയിട്ട്, അതായത് ഇങ്ങനെ ഇത് പൂക്കുകയാണെങ്കിൽ അടുത്തത് ആവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് പാടായിരിക്കും. വലിയൊരു ഫീൽഡ് നമുക്ക് ഇങ്ങനെ ഹാർവെസ്റ്റിംഗ് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ യൂണിഫോം ആയിട്ട് എല്ലാം ഒരേ സമയത്ത് പൂവിടാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് കായായി ഹാർവെസ്റ്റിംഗ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് യൂണിഫോം ആയിട്ട് ഫ്ലവറിങ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എന്താ പറയാ ഹോർമോൺ ആപ്ലിക്കേഷൻ ആണ് എത്തഫോൺ എന്ന് പറയുന്നത്. 1.25 ml ഓഫ് എത്തഫോൺ, ദെൻ 1 kilogram യൂറിയ, 20 grams കാൽസ്യം കാർബണേറ്റ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് അതിന്റെ ആ ഒരു കോൺസെൻട്രേഷനും അതിന്റെ അളവും ഒക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഇവിടെയുള്ളത്. നമ്മുടെ ഫ്ലവർ ഇൻഡക്ഷൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലവർ ഇൻഡക്ഷന്റെ കാര്യം ഞാനിത് ഓൾറെഡി എനിക്ക് തോന്നുന്നു നമ്മുടെ പ്ലാൻ ഗ്രോത്ത്, റോൾ ഓഫ് പ്ലാൻ ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻ ഹോർട്ടിക്കൾച്ചറൽ ക്രോപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇൻട്രൊഡക്ഷൻ, അതായത് നമ്മുടെ പഴയ സിലബസ് അനുസരിച്ച് നമ്മൾ പറഞ്ഞപ്പം ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരോ ഓക്സിൻസ്, ഗിബെർലിൻസ്, സൈറ്റോകൈനൻസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എത്തിലീനൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ കാര്യം അവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തത് പൈനാപ്പിൾ ഈസ് പ്രൊപ്പഗേറ്റഡ് യൂസിങ്. പൈനാപ്പിൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? സക്കർ ആൻഡ് ക്രൗൺ, സ്ലിപ്സ്, ഹാപ്പാസ് ആൻഡ് ഓൾ ഓഫ് ദ എബോ. ഏതാണ് ആൻസർ ഒന്ന് പറഞ്ഞേ? All of the ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം ഓൾ ഓഫ് ദ എബോ ആണ്. യെസ്, ആൻസർ ഇസ് ഓൾ ഓഫ് ദ എബോ. അപ്പൊ നമ്മുടെ ഹോർട്ടിക്കൾച്ചറിന്റെ ക്ലാസ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ പ്ലാന്റ് പ്രൊപ്പഗേഷന്റെ പ്രൊപ്പഗ്യൂൾസ് വെച്ചിട്ട് ഇപ്പൊ പലതരത്തിലുള്ള റൈസോമ്, സക്കേഴ്സ്, അങ്ങനെ ബൾബ് എന്നൊക്കെ പറഞ്ഞ നമ്മൾ കുറെ പ്രൊപ്പഗ്യൂൾ വെജിറ്റേറ്റീവ് പാർട്സ് പ്രൊപ്പഗ്യൂൾസ് കൊടുത്തപ്പോൾ നമ്മൾ അതിന് സക്കറും ക്രൗണും പറഞ്ഞപ്പോൾ അതിനകത്ത് പൈനാപ്പിൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് ആൻസർ സക്കർ ആൻഡ് ക്രൗൺ മാത്രമാണെന്ന് വിചാരിക്കരുത്. ഈ സ്ലിപ്സ്, ഹാപ്പാസ് എന്നൊക്കെ പറയുന്നത് തന്നെ പൈനാപ്പിളിന്റെ പ്രൊപ്പഗേറ്റിംഗ് മെറ്റീരിയൽസ് ആണ്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതായത് പ്രൊപ്പഗേഷൻ മെയിൻലി വെജിറ്റേറ്റീവ് മെത്തേഡ്സ് ഇതൊക്കെ വെച്ചിട്ടാണ്. സക്കർ എന്ന് പറയുന്നത് ജസ്റ്റ് എനിക്ക് ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക ഏറ്റവും അത്യാവശ്യമായിട്ട്. എന്തൊക്കെയാണെങ്കിൽ സക്കർ എന്ന് പറയുന്നത് വിച്ച് ഇസ് മെയിൻലി അറൈസിംഗ് ഫ്രം ബഡ്സ് ബിലോ ദ സോയിൽ, സോയിലിന്റെ സൈഡിൽ നിന്ന് അറൈസ് ചെയ്യുന്ന സക്കർ. അപ്പൊ സക്കറാണ് നമ്മൾ നടുന്നതെങ്കിൽ ഒരു 16 മുതൽ 18 മാസം വരെ എടുക്കും അത് ഫ്ലവർ ചെയ്ത് വരാനായിട്ട്. സ്ലിപ്സ് എന്ന് പറയുന്നത് ബോൺ ഓൺ ദ പിഡങ്കിൾ ജസ്റ്റ് ബിലോ ഓർ അറ്റ് ദ ബേസ്, ആ ഫ്രൂട്ടിന്റെ ബേസിൽ വരുന്നതാണ്. സ്ലിപ്സ് ആണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നടുന്നതെങ്കിലും ഒരു 18 മുതൽ 20 മാസം വരെയൊക്കെ എടുക്കും അത് ഫ്ലവർ ചെയ്യാനായിട്ട്. ക്രൗൺ എന്ന് പറയുന്നത് ക്രൗൺ മുകളിൽ കിരീടം എന്നാലും ക്രൗൺ ബോൺ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫ്രൂട്ട്. അത് ടേക്സ് മാക്സിമം ടൈം ക്രൗൺ വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ അതായത് 22 മുതൽ 24 മാസം വരെ എടുക്കും ഫ്ലവർ ചെയ്യാൻ. ഹാപ്പാസ് എന്ന് പറയുന്നത് സൈഡ് ഷൂട്ട്സ് ആണ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ബേസ് ഓഫ് ദ പിഡങ്കിൾ. ആ പിഡങ്കിളിന്റെ ബേസിൽ നിന്ന് എന്താ പറയാ വരുന്ന സൈഡ് ഷൂട്ട്സ് ആണ് ഹാപ്പാസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 4 പേരുകൾ ജസ്റ്റ് അറിഞ്ഞിരിക്കാം. ഇപ്പൊ നമുക്ക് സക്കർ ആൻഡ് ക്രൗൺ എന്ന് മാത്രമാണ് ഓപ്ഷൻ ഉള്ളതെങ്കിൽ നമുക്ക് അത് ഓപ്റ്റ് ചെയ്യാം. ബാക്കി സ്ലിപ്സും ഹാപ്പാസും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം ഓൾ ഓഫ് ദ എബോവ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊപ്പഗേഷൻ, വെജിറ്റേറ്റീവ് മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷനകത്ത് വരുന്നത്. പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഇത് കൂടാണ്ട് പിന്നെ ഈ പറയുന്ന പപ്പായക്കകത്താണെങ്കിലും ഡാമ്പിംഗ് ഓഫ് കോളാർ റൂട്ട്, ആന്ത്രക്നോസിസ് ഡിസീസ് വരുന്നുണ്ട്. ഡിസീസ് വരുന്നത് ഞാൻ ഡിസീസ് ഓരോന്നും എടുത്ത് പറയാത്തതിന് കാരണം ഓൾറെഡി ഇവിടെ വരുന്നുണ്ടത് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പെത്തോളജിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ജസ്റ്റ് നമ്മൾ എന്താ പറയാ ഈ POP വായിക്കുമ്പോൾ അതുകൂടി അറിഞ്ഞിരിക്കാം. ഞാൻ ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ പപ്പായയിൽ നമ്മുടെ കമേഴ്ഷ്യൽ മെത്തേഡ് ഓഫ് പ്രൊപ്പഗേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? മൗണ്ട് ലെയറിംഗ്. എനിക്ക് തോന്നി കുറച്ച് ആൾക്കാർ മൗണ്ട് ലെയറിംഗ് പറയും. തെറ്റ് പറയാൻ പറ്റത്തില്ല. മൗണ്ട് ലെയറിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി മൗണ്ട് ലെയറിംഗ് അല്ലെങ്കിൽ വേറൊരു പേര് നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു ഓർമ്മയുണ്ടോ? മൗണ്ട് ലെയറിംഗ് അല്ലെങ്കിൽ സ്റ്റൂളിംഗ് എന്ന് പറയും. അത് ശരിക്കും പപ്പായയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ബട്ട് സ്റ്റിൽ നമ്മൾ അതിനകത്ത് കമേഴ്ഷ്യൽ ലെവലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കമേഴ്ഷ്യൽ ലെവലിൽ നമ്മൾ ഇപ്പോഴും നമ്മുടെ സീഡ് പ്രൊപ്പഗേഷൻ സീഡ്ലിംഗ് ആണ് കേട്ടോ. അപ്പൊ അതെനിക്ക് തോന്നുന്നു നമ്മുടെ POP ആ പറയുന്ന കാര്യങ്ങൾ പ്രൊപ്പഗേഷൻ പപ്പായ ഈസ് പ്രൊപ്പഗേറ്റഡ് ഓൾമോസ്റ്റ് എൻറ്റയർലി ബൈ സീഡ്സ്. അതായത് ഓൾമോസ്റ്റ് കമേഴ്ഷ്യൽ ലെവലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സീഡ് പ്രൊപ്പഗേഷൻ തന്നെയാണ്, സീഡ് ഇട്ട് സീഡ്ലിംഗ് ആയിട്ടുള്ള രീതി തന്നെയാണ്. പക്ഷെ എന്റെ കൂടെ പറയുന്നുണ്ട് പപ്പായ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ മൗണ്ട് ലെയറിംഗ് ഈസ് ഓൾസോ പോസിബിൾ. മൗണ്ട് ലെയറിംഗ് പോസിബിൾ ആണ്, പക്ഷെ കൂടുതലും പ്രാക്ടീസ് ചെയ്യുന്നത് സീഡ് പ്രൊപ്പഗേഷൻ ആണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാര്യം വരികയാണ്, സീഡ് ഉണ്ടെങ്കിൽ സീഡ് ആയിട്ട് ഓപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോ പപ്പായയുടെ കേസ് കഴിഞ്ഞു. നമ്മൾ പൈനാപ്പിളിന്റെ കാര്യം പറഞ്ഞു, പൈനാപ്പിളിന്റെ ബേസിക് കാര്യങ്ങളും ഇൻഡക്ഷൻ ഫ്ലോറിംഗ്. പിന്നെ നമ്മുടെ മാനുവറിംഗ് പറയുന്നുണ്ട്, എത്ര പെർ പ്ലാന്റ് പെർ ഇയറും അതുപോലെ പെർ ഹെക്ടർ പെർ ഇയറും വരുന്നുണ്ട്. അത് നോട്ട് ചെയ്ത് പഠിക്കാം. ദെൻ ക്യൂവിന്റെയും മൗറീഷ്യസിന്റെ സെപ്പറേറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെലക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് സക്കേഴ്സ് പറയുന്നുണ്ട്.
അതൊക്കെ ജസ്റ്റ് അതിനകത്ത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള കാര്യങ്ങളില്ല. ജസ്റ്റ് പിന്നെ പ്ലാന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സോയില് നടിയിൽ കാര്യങ്ങൾ അതൊന്നും നമ്മൾ ക്ലാസ്സിൽ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നില്ല. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. ബാക്കി നമുക്കിപ്പം എങ്ങനെ പ്ലാന്റിംഗ് ഒക്കെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. റേഗ് സോയിൽ ആൻഡ് പ്ലാന്റ് സക്കേഴ്സ് ഇൻ ഡബിൾ റോ സെറ്റ് സ്പേസിംഗ് 45 സെന്റിമീറ്റർ. എല്ലാ ക്രോപ്സിന്റെയും സ്പേസിംഗ് നിങ്ങൾ പ്രത്യേകിച്ച് നോട്ട് ഡൗൺ ചെയ്ത് എഴുതി വെച്ച് പഠിക്കണം കേട്ടോ. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് കുറച്ച് ക്രോപ്സ് നേരത്തെ പറഞ്ഞു. മാംഗോയുടെ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു 9 മീറ്റർ സ്പേസിംഗിലാണ് നമ്മൾ നടുന്നത്. നമ്മൾ നോർമൽ സ്പേസിംഗിൽ നിന്ന് സ്പേസിംഗ് കുറച്ച് നടുന്ന രീതിയെ പറയുന്ന പേരെന്തായിരുന്നു? ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്. യെസ്, ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബനാനയുടെ കേസിൽ ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ്, ഡബിൾ സക്കർ പ്ലാന്റിംഗും അതുപോലെ തന്നെ സിംഗിൾ പ്ലാന്റും പറഞ്ഞായിരുന്നു. അപ്പൊ അതിന്റെ സ്പേസിംഗ് 1.75 by 1.75 2/3 ഒക്കെ പറഞ്ഞായിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ നമുക്ക് മാംഗോയുടെ കേസിലും ഹൈ ഡെൻസിറ്റി പ്ലാന്റിംഗ് പോസിബിൾ ആണ് കേട്ടോ. നമുക്ക് അവിടെ POP കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ജസ്റ്റ് എന്റെ കൂടെ പറയാണ്. നമ്മൾ 9 സെന്റിമീറ്റർ ആണ് യൂഷ്വലി നമ്മൾ KU റെക്കമെൻഡ് ചെയ്യുന്നത്. നമുക്കിപ്പം പല ട്രയൽസ് നടന്നിട്ടുണ്ട്. അപ്പൊ അത് ഓരോ വേരി ചെയ്യുന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നത് 1.5 1.2 2/2 ഒക്കെ നമ്മൾ അമ്രപാലി പോലുള്ള വെറൈറ്റീസ് ഒക്കെ അതിന്റെ IRL ഒക്കെ ട്രയൽസ് സ്റ്റഡീസ് ഒക്കെ നടന്നിട്ടുണ്ട്. അതായത് അത്രയും സ്പേസിങ് കുറച്ചിട്ട് എന്ത് ചെയ്യുന്നു 5/5 4/4 അതൊക്കെ ഉണ്ട്, 3/3 ഉണ്ട്, 2/2 ആ സ്പേസിങ്ങിലൊക്കെയും ഹൈ ഡെൻസിറ്റി പ്ലാന്റ് മാംഗോയിൽ പോസിബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ ഇതിനകത്ത് ഓൾറെഡി പറയുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ റാക്ടൂൺ ക്രോപ്പിംഗ്. നമ്മൾ റാക്ടൂൺ ക്രോപ്പിംഗ് ഓൾറെഡി കഴിഞ്ഞ ദിവസം ബനാനയിൽ നമുക്ക് റാക്ടൂൺ എടുക്കാന്ന് പറഞ്ഞു. നമുക്ക് നമ്മുടെ പൈനാപ്പിളിലും എടുക്കാം. പ്ലാന്റ് ക്രോപ്പ് ആഫ്റ്റർ ഹാർവസ്റ്റ് ക്യാൻ ബി റീറ്റെയിൻഡ് ആസ് റാക്ടൂൺ ക്രോപ്പ് ഫോർ 2 more years. 2 വർഷം കൂടെ നമുക്ക് അതിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ പെസ്റ്റും അതുപോലെ ഡിസീസും വരും. പെസ്റ്റിനകത്ത് പൈനാപ്പിൾ വിൽറ്റ് വെക്കുക. പൈനാപ്പിൾ വിൽറ്റ് അസോസിയേറ്റഡ് വൈറസ് ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ മീലി ബഗ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ പറഞ്ഞായിരുന്നു. നമ്മുടെ ബനാനയിലെ കൊക്കൻ ഡിസീസ്, ബനാന ബഞ്ചി ടോപ്പ്. ബനാന ബഞ്ചി ടോപ്പ് എങ്ങനെയാ സ്പ്രെഡ് ആവുന്നത് ഓർമ്മയുണ്ടോ? എഫിഡ്സ്. അപ്പോൾ ഓർമ്മയുണ്ട്. പപ്പായ മീലി ബഗ് നമ്മളിവിടെ പൈനാപ്പിൾ മീലി ബഗ് നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ. പിന്നെ ഏതൊക്കെയായിരുന്നു വൈറൽ ഡിസീസ് ബനാനയിൽ? അത് ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ ഒരെണ്ണം ഓൾറെഡി പറഞ്ഞു, ബഞ്ചി ടോപ്പ് പറഞ്ഞു. വേറെ എന്തൊക്കെയായിരുന്നു? മറന്നുപോയോ? വൈറൽ ഡിസീസ് ഏതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 4 ഡിസീസ് കൊടുത്തിട്ട് ഏതൊക്കെയാണ് വൈറൽ ഡിസീസ് എന്ന് സെലക്ട് ചെയ്യാൻ. ഒരെണ്ണം ഓൾറെഡി പറഞ്ഞു, ബനാന ബഞ്ചി ടോപ്പ് എന്ന് പറഞ്ഞു. വേറെ ഒരെണ്ണം പറഞ്ഞേ, മറന്നുപോയോ? കൊക്കൻ ഡിസീസ് അല്ലെങ്കിൽ ബനാന ബാക്ടീരിയക്ക് പറഞ്ഞു. ദെൻ ബനാന സ്ട്രീക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ തന്നെ വൈറൽ ഡിസീസ് ആണ്. അപ്പൊ ഇതൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഏജന്റുകളുടെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഇതിനകത്ത് പൈനാപ്പിൾ വിൽറ്റ് എന്ന് പറയുന്നത് ദറ്റ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ മീലി ബഗ്സ് ആണ്. മീലി ബഗ്സ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് POP കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 ക്രോപ്സ് ആയിരുന്നു, അതായത് മാംഗോയും പപ്പായയും പൈനാപ്പിളും. അത്യാവശ്യം ഈ 3 ക്രോപ്സും കവർ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇനി നമുക്ക് ബാക്കി നമ്മുടെ സിലബസ് അനുസരിച്ച്, സിലബസ് അല്ല POP ബാക്കിയുള്ള ക്രോപ്സ് സപ്പോർട്ടയും സ്ട്രോബെറിയും വെസ്റ്റ് ഇന്ത്യൻ ചെറിയും കൊണ്ട് നമ്മുടെ വെസ്റ്റ് ഇന്ത്യൻ ചെറിയും പിന്നെ ആപ്പിൾ പറയുന്നുണ്ട്. ആപ്പിളും കൊണ്ട് നമ്മുടെ POP ഇത് അവസാനിക്കുന്നു എങ്കിലും നമുക്ക് ഗ്രേപ്സ് പറയുന്നുണ്ട്. നമ്മുടെ സിലബസിൽ ഗ്രേപ്സ് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഒരു പാർട്ട് 3 നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ ബാക്കി വരുന്ന ക്രോപ്സ് ഞാൻ ഓൾറെഡി മാമിനോട് പറഞ്ഞേക്കാം, അത് ഏതൊക്കെയാണ് നിങ്ങൾ നോക്കി വരേണ്ടത്. ഇനി റിമൈനിങ് ഉള്ള സപ്പോർട്ടയും സ്ട്രോബെറിയും വെസ്റ്റ് ഇന്ത്യൻ ചെറിയും അതുപോലെ തന്നെ ആപ്പിളും POP അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് വരണം. ഇനി ഇത് എക്സ്ട്രാ ഉള്ളത് നമുക്ക് ഗ്രേപ്സ് ആണ്. പിന്നെ കുറച്ച് മൈനർ ആയിട്ടുള്ള കുറച്ച് ക്രോപ്സും എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഫ്രൂട്ട് ക്രോപ്സിന്റെ കാര്യം നമുക്ക് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി ഏകദേശം ഫിനിഷ് ചെയ്യാം നമുക്ക്. അതിനുശേഷം നമുക്ക് ബാക്കി ക്രോപ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അഗ്രികൾച്ചറൽ അസിസ്റ്റന്റ് പരീക്ഷ 2024 സെപ്റ്റംബർ 24. ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഈ പരീക്ഷയ്ക്ക് ആദ്യം സ്വന്തമാക്കാൻ TechPSC ഒരുക്കുന്നു അഗ്രി സ്മാർട്ട് ബൂസ്റ്റർ പാക്കേജ്. കേരളത്തിലെ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ തയ്യാറാക്കിയ സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ്. 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ വിത്ത് ഫീഡ്ബാക്ക്, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് ടിൽ എക്സാം ഡേറ്റ് എന്നിവയടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. TechPSCയുടെ 100K സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആയ വെറും 799 രൂപയ്ക്ക്. ഇന്ന് തന്നെ ഈ ഒരു പാക്കേജ് സ്വന്തമാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.